അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ സർവ്വ പ്രവർത്തനങ്ങളെയും ഇരുലോകത്തും നമുക്ക് ഉപകരിക്കുന്ന അമലു സാലിഹായി നമ്മിൽ സ്വീകരിക്കുമാറാകട്ടെ. ഏറ്റവും ബഹുമാന്യരായ നമ്മുടെ ക്ലാസ് റൂമിലെ ബഹുമാന്യരായ ശ്രോതാക്കളെ, നമ്മുടെ റൂമിൽ നാം പതിവായി നടത്തിവരുന്ന പഠന പ്രഭാഷണ വേദിയിലാണ് നാം ഇപ്പോൾ ഒത്തുകൂടിയിട്ടുള്ളത്. എല്ലാ ചൊവ്വാഴ്ചയിലും നടക്കുന്ന ഈ ക്ലാസ്സിൽ, ഈ പഠനവേദിയിൽ ബഹുമാനപ്പെട്ട നൂർ ഫൈസി ഉസ്താദ് അറിയിച്ചതുപോലെ തൗഹീദുമായി ബന്ധപ്പെട്ട സമഗ്രമായൊരു ചർച്ചയാണ് നാം ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും ഒന്നോ രണ്ടോ പ്രഭാഷണങ്ങളെ കൊണ്ട് അവസാനിപ്പിക്കാതെ തൗഹീദിന്റെ എല്ലാ ഭാഗങ്ങളും കൃത്യമായി ചർച്ച ചെയ്യണമെന്നാണ് നാം ഉദ്ദേശിക്കുന്നത്. തൗഹീദിന്റെ ചരിത്രം, തൗഹീദിന്റെ പ്രസക്തി, ചരിത്രത്തിൽ പല കാലങ്ങളിലായിക്കൊണ്ട് തൗഹീദിൽ സംഭവിച്ച വ്യതിയാനങ്ങൾ, എന്താണ് തൗഹീദ് എന്ന കൃത്യമായൊരു അപഗ്രഥനം, അതുപോലെ തന്നെ വിമർശനങ്ങൾക്കുള്ള പ്രാമാണികമായ മറുപടി, എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാ ഭാഗങ്ങളും കൃത്യമായി ചർച്ച ചെയ്യുന്ന രീതിയിലുള്ള ഒരു നീണ്ട പഠന വേദിയാണ് നാം ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട നൂർ ഫൈസി ഉസ്താദ് അറിയിച്ചതുപോലെ എല്ലാ ഞായറാഴ്ചയും ബുധനാഴ്ചയും നാം നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ആദർശ പഠന ക്ലാസ്സിൽ തൗഹീദ് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമാണല്ലോ മദ്ഹബും തഖ്ലീദും. ഇതാണ് നാം ചർച്ച ചെയ്യുവാനും അതുപോലെ തന്നെ മറ്റ് വിമർശനങ്ങളും അതുപോലെ തന്നെ അതിൽ വരുന്ന സംശയ നിവാരണങ്ങളുമെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ മദ്ഹബ് തഖ്ലീദിന്റെ പ്രഥമ ഭാഗം കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തിരുന്നു. ഏതായിരുന്നാലും സുന്നത്ത് ജമാഅത്തിനെ ഹക്കായ രീതിയിൽ മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. ഇന്നത്തെ ഈ തൗഹീദിന്റെ ചർച്ചയിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് തൗഹീദിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. ഈ വിഷയത്തിൽ പ്രഭാഷണം നടത്തുന്നത് സുലൈമാൻ മൗലവി മൈസൂർ. അദ്ദേഹം BHSS എന്ന ഐഡിയിൽ നിന്ന് സംസാരിക്കും. ഈ പ്രഭാഷണത്തിന് ശേഷം തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് ചർച്ച നടത്താം. അതിൽ സംശയ നിവാരണവും മറ്റും നമുക്ക് ഇൻഷാ അല്ലാഹ് ആവാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് BHSS എന്ന ഐഡിയിൽ നിന്ന് തൗഹീദ് സംബന്ധമായ പ്രഭാഷണം സുലൈമാൻ മൗലവി മൈസൂർ അദ്ദേഹം നടത്തും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മഖ്ലൂഖീൻ വസായിരിൽ അംബിയാഇ വൽ മുർസലീൻ വആലി കുല്ലി വസഹാബതി അജ്മഈൻ. അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وما أرسلنا من قبلك من رسول إلا نوحي إليه أنه لا إله إلا أنا فاعبدون. صدق الله العلي العظيم. പ്രിയമുള്ള കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലെ പഠനോത്സുകരായ ശ്രോതാക്കളെ, തൗഹീദ് എന്ന അതിപ്രധാനവും വളരെ പ്രസക്തവും വിശാലവുമായ ഒരു വിഷയത്തിന്റെ ഏതാനും ഭാഗങ്ങളിലേക്ക് ചില സൂചനകൾ നൽകാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഹക്കായ രീതിയിൽ പറയുവാനും ഹക്കായ രീതിയിൽ ഉൾക്കൊള്ളുവാനും ഹക്ക് പോലെ പ്രവർത്തിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇസ്ലാമിക വിശ്വാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് തൗഹീദ്. മറ്റെല്ലാ മതങ്ങളിൽ നിന്നും ഇസ്ലാം വേറിട്ട് നിൽക്കുന്ന പ്രധാന പോയിന്റ് അത് തൗഹീദ് തന്നെയാണ്. തൗഹീദിന്റെ പ്രാധാന്യവും നേർവിപരീതമാകുന്ന ശിർക്കിന്റെ ഗൗരവവും വ്യക്തമായും അല്ലാതെയും അറിയിക്കുന്ന ധാരാളം ആയത്തുകളും ഹദീസുകളും നമുക്ക് കാണാവുന്നതാണ്. പരിശുദ്ധ ഖുർആനിലെ
സൂറത്തുൽ അംബിയയിൽ 25-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂൽ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. ഞാൻ മാത്രമാണ് ഇലാഹ്, എനിക്ക് മാത്രമേ ഇബാദത്ത് പാടുള്ളൂ എന്നുള്ള സന്ദേശവുമായി കൊണ്ടല്ലാതെ, അഥവാ തൗഹീദിന്റെ പ്രചരണവുമായി കൊണ്ടല്ലാതെ നിങ്ങൾക്ക് മുമ്പ് ഒരു പ്രവാചകനെയും നാം നിയോഗിച്ചിട്ടില്ല. അതായത് മുമ്പ് കഴിഞ്ഞു പോയ സർവ്വ പ്രവാചകന്മാരുടെയും പ്രബോധന വിഷയങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തൗഹീദായിരുന്നു. ഇക്കാര്യം ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഖൈറു മാ ഖുൽതു അന വൻ നബിയ്യുന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എനിക്ക് മുമ്പ് കഴിഞ്ഞു പോയ സർവ്വ പ്രവാചകന്മാരും പറഞ്ഞ വാക്കിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നുള്ളതാണ്, അഥവാ തൗഹീദിന്റെ വചനമാണ്. തൗഹീദിന്റെ പ്രാധാന്യത്തെ പോലെ തന്നെ നേർവിപരീതമാകുന്ന ശിർക്കിന്റെ ഗൗരവവും നമുക്ക് മനസ്സിലാക്കാം. അതിഗുരുതരമായ പാപമായിക്കൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം ശിർക്കിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഖുർആനിൽ അൻ-നിസാ സൂറത്തിലെ 116-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വ യഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ളല്ല ളലാലൻ ബഈദ. മനുഷ്യൻ ചെയ്യുന്ന സർവ്വ പാപങ്ങളും എല്ലാ വന്തോഷങ്ങളും അല്ലാഹു പുറത്തു കൊടുത്താലും ശിർക്കെന്ന മഹാപാപത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും പുറത്തു കൊടുക്കുകയില്ല. വേറൊരു ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇൻശിർക ലളുൽമുൻ അളീം. ശിർക്ക് ഏറ്റവും വലിയ പാപമാണ്. ഏറ്റവും വലിയ പാപത്തിന് ലഭിക്കുന്നത് ഏറ്റവും വലിയ ശിക്ഷയാണ്. ശിർക്ക് ചെയ്താൽ ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅല്ലാഹു അൻ-നാറു വമാ ലിൽ-ളാലിമീന മിൻ അൻസാർ. ആരെങ്കിലും ശിർക്ക് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തെ അവന്റെ മേൽ നിഷിദ്ധമാക്കുകയും അവന്റെ വാസസ്ഥലം നരകമാക്കുകയും ചെയ്യുന്നതാണ്. ശിർക്കെന്ന അക്രമം ചെയ്ത കാരണത്തിനാൽ അള്ളാഹുവിന്റെ പക്കൽ നിന്ന് അവനക്ക് ഒരു സഹായം ലഭിക്കുകയില്ല. ഇങ്ങനെ ശിർക്കിന്റെ ഗൗരവവും അതിന് ലഭിക്കുന്ന കഠിനമായ ശിക്ഷയെക്കുറിച്ചും അറിയിക്കുന്ന ധാരാളം ആയത്തുകളും ഹദീസുകളും നമുക്ക് കാണാം. എന്നാൽ ഇന്ന് മുസ്ലിം സമുദായത്തിലെ പല സംഘടനകളും അവരുടെ മീഡിയകളിൽ തൗഹീദിനെ കുറിച്ചും ശിർക്കിനെ കുറിച്ചും തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നു. എത്രത്തോളം കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ നൂറ്റാണ്ടുകളായി തുടർന്നു വരുന്ന പല വിശ്വാസങ്ങളെക്കുറിച്ചും കർമ്മങ്ങളെക്കുറിച്ചും തൗഹീദ് വിരുദ്ധമാണെന്നും അനിസ്ലാമികമാണെന്നും ശിർക്കാണെന്നും പരിഷ്കരണവാദികളാകുന്ന ചില ആളുകൾ പറഞ്ഞു പ്രചരിപ്പിക്കുമ്പോൾ തൗഹീദ് കൊണ്ടും ശിർക്ക് കൊണ്ടും പരിശുദ്ധ ഇസ്ലാമിൽ വീക്ഷിക്കപ്പെടുന്നത് എന്താണ് എന്നതിലേക്കുള്ള കൃത്യമായ ആലോചനയും പഠനവും ആവശ്യമായിരിക്കുകയാണ്. എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക് എന്ന വിവരണത്തിന് മുമ്പായി ഇതുമായി ബന്ധപ്പെട്ട ചരിത്രപരമായ ചില വസ്തുതകളിലേക്ക് നമുക്ക് ശ്രദ്ധ തിരിക്കാം. ചരിത്രമായതുകൊണ്ട് തന്നെ ആദം നബി അലൈഹി ഇസ്ലാമിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. മഹാനായ അബുൽ ബശർ ആദം നബി അലൈഹി ഇസ്ലാം കൊണ്ടുവന്നതായ പരിശുദ്ധ തൗഹീദിന് എപ്പോഴാണ് വ്യതിയാനം സംഭവിച്ചത്? തൗഹീദ് വിരുദ്ധമായ ശിർക്ക് എപ്പോഴാണ് ഈ ഭൂമി ലോകത്ത് ആരംഭിച്ചത്? ഇതിലേക്ക് സൂചന നൽകിക്കൊണ്ട് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 213-ാമത്തെ ആയത്തിൽ ഖാനന്നാസു ഉമ്മതൻ വാഹിദ എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട്
പ്രസിദ്ധ മുഫസ്സിറും ചരിത്രകാരനുമാകുന്ന ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു അവരുടെ സുപ്രസിദ്ധ ചരിത്ര ഗ്രന്ഥമാകുന്ന അൽ ബിദാത്തു വന്നിഹായയിൽ അത് സംബന്ധമായി പറയുന്നത് നമുക്ക് കേൾക്കാം. ഭൂമിയിൽ മനുഷ്യവാസം ആരംഭിച്ചതു മുതൽ പൂർണ്ണമായ 10 തലമുറകൾക്ക് ശേഷമാണ് ഭൂമിയിൽ തൗഹീദ് വിരുദ്ധ ആശയമാകുന്ന ശിർക്ക് ഉടലെടുക്കുന്നത്. 10 തലമുറകൾ എന്ന് പറയുമ്പോൾ ഇന്നത്തേതുപോലെ 10 നൂറ്റാണ്ടുകൾ എന്ന് ഉദ്ദേശിക്കാൻ പറ്റുകയില്ല. കാരണം 100 കണക്കിന് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ആയുസായിരുന്നല്ലോ മുൻകാല സമൂഹത്തിനുണ്ടായിരുന്നത്. അപ്പോൾ എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾ തന്നെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അവിഭാജ്യ ഘടകമാകുന്ന തൗഹീദിന് യാതൊരു മങ്ങലും പോറലും ഏൽക്കാതെ നിന്നിട്ടുണ്ട്. കാനന്നാസു ഉമ്മത്തും വാഹിദത്തുൻ എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് തഫ്സീർ തബരിയിൽ ഇബ്നു ജരീർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഹുമുല്ലദീന കാനൂ ബൈന ആദമ വനൂഹ് വഹും അശറതു ഖുറൂനിൻ കുല്ലുഹും കാനൂ അലാ ശരീഅത്തി മിനൽ ഹഖ്. ആയത്തിൽ പരാമർശിക്കപ്പെട്ട ഉമ്മത്ത് അവർ കാനൂ ബൈന ആദമ വനൂഹിൻ, നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെയും ആദം നബി അലൈഹി ഇസ്ലാമിന്റെയും ഇടയിൽ ജീവിച്ചിരുന്ന ആളുകളായിരുന്നു. അവര് 10 തലമുറകൾ ഉണ്ടായിരുന്നു. കാനൂ അലാ ശരീഅത്തി മിനൽ ഹഖ്, എല്ലാവരും തന്നെ ഹക്കായ ശരീഅത്തിന്മേലായിരുന്നു. ഇലാഹായി വിശ്വസിക്കുക എന്ന തൗഹീദ് വിരുദ്ധ വിശ്വാസം അഥവാ ശിർക്ക് ആദ്യകാല സമൂഹത്തിന് അജ്ഞാതമായിരുന്നു. പക്ഷേ കാലാന്തരങ്ങളിൽ ശപിക്കപ്പെട്ട പിശാചിന്റെ ദുർബോധനം അവിടെയും എത്തി. അങ്ങനെ ലോകത്ത് ആദ്യമായി അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കപ്പെട്ടു. അല്ലാഹുവിന് പുറമെ ആദ്യമായി ആരാധിക്കപ്പെട്ടത് ആദ്യകാല സമൂഹത്തിലുണ്ടായിരുന്ന വദ് എന്ന പേരിൽ അറിയപ്പെട്ട മഹാന്റെ പേരിൽ നിർമ്മിക്കപ്പെട്ടതായ ബിംബമായിരുന്നു. പിന്നീട് പലരുടെയും പേരിൽ ബിംബങ്ങൾ സ്ഥാപിക്കപ്പെടുകയും ആ ബിംബങ്ങൾ ആരാധിക്കപ്പെടുകയും ചെയ്തു. ഇങ്ങനെ ബിംബാരാധനകൾ വ്യാപകമായ സമൂഹത്തിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി കൊണ്ട് നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ പ്രവാചകനായി നിയോഗിക്കുന്നത്. ചുരുക്കത്തിൽ ആദം നബി അലൈഹി ഇസ്ലാം തന്നെ തൗഹീദിനെ പ്രചാരണം ചെയ്തവരാണെങ്കിലും പ്രബോധിത സമൂഹത്തിൽ തൗഹീദ് വിരുദ്ധ വിശ്വാസക്കാരുണ്ടായിരുന്നില്ല. തൗഹീദ് വിരുദ്ധ വിശ്വാസക്കാർ ഉൾപ്പെടുന്ന സമൂഹത്തിലേക്ക് ആദ്യമായി നിയോഗിക്കപ്പെട്ട പ്രവാചകൻ അത് നൂഹ് നബി അലൈഹി ഇസ്ലാമാണ്. അതുകൊണ്ടാണ് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്നും മറ്റു കിതാബുകളിൽ നിന്നും നൂഹ് നബി ഇസ്ലാമിനെ കുറിച്ച് പരാമർശിക്കുമ്പോൾ അവിടെ അവ്വൽ റസൂൽ എന്ന് പറയുന്നത്. അങ്ങനെ ആദ്യകാല സമൂഹത്തിന് ശേഷം എങ്ങനെയാണ് ഈ സമൂഹത്തിൽ ബിംബാരാധന ആരംഭിച്ചത് എന്നതിന് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിന് പുറമെ ഇലാഹുകളായി ആരാധിക്കപ്പെട്ട ബിംബങ്ങൾ വദ്, സുവാ, യഊസ്, യഊഖ്, നസുർ എന്നീ പേരിൽ അറിയപ്പെട്ട ആളുകളായിരുന്നു. ആരായിരുന്നു ഇവർ? ആദം നബി അലൈഹി ഇസ്ലാം മുതൽ നൂഹ് നബി അലൈഹി ഇസ്ലാം വരെയുള്ള 10 തലമുറകളിൽപ്പെട്ട സ്വാലിഹീങ്ങളും ജനങ്ങളാൽ ഏറെ ആദരിക്കപ്പെട്ടവരുമായിരുന്നു ഇവർ. ഇവർ മരണപ്പെട്ടപ്പോൾ ആ സമൂഹത്തിന് ഇവരിലുണ്ടായിരുന്ന ബഹുമാനത്തെയും ഇവർ മരണപ്പെട്ടതിലുള്ള വിഷമത്തെയും ശപിക്കപ്പെട്ട ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി മഹാപാപമാകുന്ന ശിർക്കിനെ ലോകത്ത് നടപ്പിലാക്കുവാൻ വേണ്ടി ഒരു അവസരമായി കണക്കാക്കുകയായിരുന്നു. ഇവരെ സ്നേഹിച്ചും പിന്തുടർന്നും ജീവിച്ചിരുന്ന ആളുകളുടെ മനസ്സിൽ ഇബ്ലീസ് ദുഷ്പ്രേരണയുണ്ടാക്കി. അങ്ങനെ അവർ ചിന്തിക്കാൻ തുടങ്ങി, നമ്മുടെ ചേരികളിൽ ഇവരുടെ ബിംബങ്ങൾ ഉണ്ടാക്കുകയും ആ ബിംബങ്ങൾക്ക് ഇവരുടെ പേരുകൾ നൽകപ്പെടുകയും ചെയ്താൽ ഇവരെ സ്മരിക്കുകയും അതുമൂലം ഞങ്ങളെടുക്കുന്ന ഇബാദത്തുകളിൽ കൂടുതൽ ശ്രദ്ധിക്കുവാനും ആത്മസംതൃപ്തി കൈവരിക്കുവാനും കാരണമാകും എന്ന് അവർ പരസ്പരം ആലോചിക്കുകയും അങ്ങനെ അവർ ആ കാര്യം പ്രവർത്തിക്കുകയും ചെയ്തു.
എന്നാൽ അവർ ആ ബിംബത്തെ ആരാധിച്ചിരുന്നില്ല. ഒരുപാട് കാലം ഈ സ്ഥിതിവിശേഷം തുടർന്നു. ബിംബങ്ങൾ ഉണ്ടാക്കുകയും ആ ബിംബങ്ങളിലൂടെ ഈ മഹാമാരെ സ്നേഹിക്കുകയും ചെയ്തിരുന്ന ആളുകൾ മരണപ്പെടുകയും പുതുതലമുറ വരികയും ചെയ്തപ്പോൾ ശിർക്കെന്ന മഹാപാപത്തെ ലോകത്ത് നടപ്പിലാക്കുവാൻ വേണ്ടിയുള്ള ഇബ്ലീസിന്റെ ശ്രമം പരിപൂർണമായി വിജയിക്കുകയായിരുന്നു. ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു പറയുന്നു, ദബ ഇലൈഹിം ഇബ്ലീസ് ഫകാന ഇന്നമാ കാനൂ യഅബ്ദൂനഹും വബിഹിം യസ്ഖൂനൽ മതർ. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അവരിലേക്ക് ദുഷ്പ്രേരണ ഉണ്ടാക്കി ശിർക്കെന്ന വിഷത്തെ അവരിൽ കുത്തിവെച്ചു. ഇബ്ലീസ് പറയുകയാണ്, നിങ്ങളുടെ പിതാക്കന്മാര് ഈ ബിംബങ്ങളെ ആരാധിച്ചിരുന്നു, ഈ ബിംബങ്ങളെ കൊണ്ട് അവർക്ക് മഴ ലഭിച്ചിരുന്നു, അതുകൊണ്ട് നിങ്ങളും ഈ ബിംബങ്ങളെ ആരാധിക്കുക. അങ്ങനെ അവർ ഈ ബിംബത്തെ ആരാധിക്കുവാൻ തുടങ്ങി. ബിംബാരാധന ലോകത്ത് ആദ്യമായി വന്നത് എങ്ങനെ എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് മറ്റൊരു രീതിയിലും ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു പറയുന്നു, ആ സമൂഹത്തിൽ നൂഹ് നബി അലൈഹി സ്വലാമിന്റെയും ആദം നബി അലൈഹി സ്വലാമിന്റെയും ഇടയിലുണ്ടായിരുന്ന സമൂഹത്തിൽ ഏറ്റവും ആദരിക്കപ്പെട്ടിരുന്ന വദ് എന്ന് പറയപ്പെടുന്ന ആള് മരണപ്പെട്ടപ്പോൾ ബാബിൽ എന്ന സ്ഥലത്ത് അയാളെ മറവ് ചെയ്യുകയും ചെയ്തപ്പോൾ തങ്ങളുടെ നേതാവിനെ സ്മരിക്കുകയും അവരിൽ സങ്കടപ്പെട്ടുകൊണ്ടും അനുയായികൾ അദ്ദേഹത്തിന്റെ ഖബറിന് ചുറ്റും ഭജനമിരുന്നു. ഒരു പ്രവാചകന്റെയോ പണ്ഡിതന്റെയോ ഉത്ബോധനമോ നേതൃത്വമോ ലഭിക്കാത്ത ഈ സമൂഹത്തിന്റെ അറിവില്ലായ്മയും നിഷ്കളങ്കതയും ശപിക്കപ്പെട്ട ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ശരിക്കും ഉപയോഗപ്പെടുത്തി. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, തശബ്ബഹ ഫീ സൂറത്തി ഇൻസാൻ, ഇബ്ലീസ് മനുഷ്യരൂപം പ്രാപിച്ചു. സുമ്മ ഖാല ഇന്നി അറാ ജസാഅകും അലാ ഹാദ റജുൽ ഫഹൽ ലക്കും അൻ ഉസവ്വിറുക്കും മിസ്ലഹ ഫയകൂനു ഫീ നാദികും ഫതദ്കുറൂന. ഇബ്ലീസ് അവരോട് പറയുകയാണ്, ഈ മനുഷ്യന്റെ മേലുള്ള നിങ്ങൾക്കുള്ള ദുഃഖത്തെയും വിഷമത്തെയും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഒരു പണി പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഞാൻ ഈ മനുഷ്യന്റെ രൂപം ഉണ്ടാക്കി തരട്ടെയോ? ആ രൂപം നിങ്ങളുടെ സദസ്സുകളിൽ സ്ഥാപിക്കുകയാണെങ്കിൽ ഈ മനുഷ്യൻ നിങ്ങൾക്ക് ഓർക്കുവാനും അങ്ങനെ സമാധാനം കൈവരിക്കുവാനും സാധിക്കും. അങ്ങനെ ഇബ്ലീസ് പറഞ്ഞപ്പോൾ ഖാലൂ നഅം, അവർ സമ്മതിച്ചു. ഫസവ്വറ ലഹും മിസ്ലഹു ഖാല വവളഉഹു ഫീ നാദിഹിം വജഅലൂ യദ്കുറൂനഹു ഫലമ്മാ റആ മാ ബിഹിം മിൻ ദിക്രി. അങ്ങനെ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അവർക്ക് ബിംബത്തെ ഉണ്ടാക്കി കൊടുക്കുകയും ഈ ബിംബത്തെ അവരുടെ സദസ്സുകളിൽ അവർ സ്ഥാപിക്കുകയും ചെയ്തുകൊണ്ട് അങ്ങനെ ആ മനുഷ്യനെ ഇവർ സ്മരിക്കുകയും ഇതിലൂടെ അവർക്ക് സമാധാനം ലഭിക്കുകയും ചെയ്തു. ഈ ആളുകൾ ഈ മനുഷ്യനെ സ്മരിക്കുകയും ഈ മനുഷ്യനെ കുറിച്ച് പറയുകയും ചെയ്യുന്നത് ഇബ്ലീസ് കണ്ടപ്പോൾ ഇബ്ലീസ് വീണ്ടും അവരിലേക്ക് ദുർബോധനം നടത്തുകയാണ്. ഖാല ഹൽ ലക്കും അൻ അജഅല ഫീ മൻസിലി കുല്ലി വാഹിദിൻ മിൻകും തിൻസാല മിസ്ലഹ ലിയകൂന ലഹു ഫീ ബൈതിഹി ഫതദ്കുറൂന. നിങ്ങൾ എല്ലാവരുടെയും വീടുകളിൽ സ്ഥാപിക്കാൻ വേണ്ടി എല്ലാവർക്കും ഓരോ ബിംബത്തെ ഞാൻ ഉണ്ടാക്കി തരാം. അങ്ങനെ എല്ലാവരും വീടുകളിൽ സ്ഥാപിക്കുമ്പോൾ എപ്പോഴും ഈ രൂപത്തെ കാണുമ്പോൾ ഈ മനുഷ്യനെ എപ്പോഴും നിങ്ങൾക്ക് ഓർക്കാൻ സാധിക്കും. അങ്ങനെ ഞാൻ ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഖാലൂ അങ്ങനെ ചോദിച്ചു. അങ്ങനെ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഇവർക്ക് എല്ലാവർക്കും ആ വദ് എന്ന് പറയുന്ന ആ മഹാന്റെ രൂപം ബിംബം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അങ്ങനെ ഈ സമൂഹത്തിന് ശേഷം ഇവരുടെ സന്താനങ്ങൾ വന്നു. ഇവരുടെ സന്താനങ്ങളുടെ പിതാക്കന്മാർ ചെയ്തതുപോലെ തന്നെ അവരും പ്രവർത്തിച്ചു. പക്ഷെ ഇവരൊന്നും ആ ബിംബങ്ങളെ ആരാധിച്ചിരുന്നില്ല. വതനാസലു വദറസ ആസറു ദിക്രിഹിം ഇയ്യാഹ് ഹത്ത തഖദൂഹു ഇലാഹൻ യഅബുദൂനഹു മിൻ ദൂനില്ലാഹി ഔലാദു ഔലാദിഹിം. അങ്ങനെ ഒരുപാട് തലമുറകൾ കഴിഞ്ഞതിനു ശേഷം ഈ ബിംബങ്ങളെക്കുറിച്ചും ബിംബങ്ങളുടെ പിന്നിലുള്ള ചരിത്രങ്ങളെക്കുറിച്ചും ആളുകൾക്ക് ഏറുമില്ലാതെയായപ്പോൾ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി വീണ്ടും അവരിലേക്ക് ദുർബോധനം നടത്തിക്കൊണ്ട്
അവരെല്ലാവരും തന്നെ ഈ ബിംബത്തെ ആരാധിക്കാൻ തുടങ്ങി. ഫകാന അവ്വലു മാ ഉബിദ ഗൈറുല്ലാഹി വദ്ദു സനമുല്ലദീ സമ്മഹു വദ്ദ. അങ്ങനെ അള്ളാഹുവിനെ കൂടാതെ ആദ്യമായി ആരാധിക്കപ്പെട്ട ബിംബം അത് വദ് എന്ന് പേര് അറിയപ്പെടുന്ന ബിംബമായിരുന്നു. പ്രിയമുള്ള ശ്രോതാക്കളെ, ഇങ്ങനെ ലോകത്ത് ബിംബാരാധന വ്യാപിച്ചു. ഇങ്ങനെയുള്ള സമൂഹത്തിലേക്കാണ് മഹാനായ നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനായി നിയോഗിക്കുന്നത്. പിന്നീട് വന്ന പ്രവാചകന്മാർക്ക് തൗഹീദിനെ പ്രബോധനം ചെയ്യുന്നതോടൊപ്പം തന്നെ ശിർക്കിൽ വ്യാപൃതരായ ജനങ്ങളെ ശിർക്കിൽ തൊട്ട് പിന്തിരിപ്പിക്കുക എന്ന ദൗത്യം കൂടി നിർവഹിക്കേണ്ടി വന്നു. എന്നാൽ അറബികടലിൽ എങ്ങനെയാണ് ബിംബാരാധന ഉടലെടുത്തത്, എങ്ങനെയാണ് അതിന്റെ ആരംഭം എന്നുള്ളത് നമുക്ക് പരിശോധിച്ച് നോക്കാം. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനത്തിന്റെ ഏകദേശം 1000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അറബികളിൽ ബിംബത്തെ ആരാധിച്ചിരുന്നു. അതായത് ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം, പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്ന സാബൂറുൽ അഖ്താഫിന്റെ 11ാമത്തെ പിന്തലമുറക്കാരനായി വന്ന അനുസർവാൻ ചക്രവർത്തിയുടെ ഭരണകാലത്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനമുണ്ടാകുന്നത്. സാബൂറുൽ അഖ്താഫിന്റെ ഭരണകാലത്ത് ഖൈബർ നേതാവായിരുന്ന അംർ ഇബ്നു ലുഹൈ എന്ന് പറയുന്ന ആളായിരുന്നു. അദ്ദേഹം ഒരിക്കൽ ഷാമിലെ വൽക്കായി എന്ന പ്രദേശത്തേക്ക് യാത്ര ചെയ്യുകയുണ്ടായി. അംർ ഇബ്നു ലുഹൈ ബൽക്കായിലേക്ക് ചെന്നപ്പോൾ അദ്ദേഹത്തിന് കൗതുകകരമായ ഒരു സംഭവമാണ് കാണാൻ കഴിഞ്ഞത്. ബിംബാരാധന കണ്ടോ കേട്ടോ പരിചയമില്ലാത്ത അംർ ഇബ്നു ലുഹൈ വളരെയധികം ഭക്തി ആദരവോടുകൂടെ ബിംബങ്ങളുടെ മുമ്പിൽ വെച്ച് ആരാധിക്കുന്ന ഒരു കൂട്ടം ആളുകളെയാണ് അംർ ഇബ്നു ലുഹൈനെ കാണാൻ സാധിച്ചത്. അങ്ങനെ അംർ ഇബ്നു ലുഹൈ ആശ്ചര്യത്തോടുകൂടെ അവരോട് ചോദിച്ചു, ഇതെന്താണ്? ഈ സംഭവത്തെ ഇമാം റാസി റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു. ഇതെന്താണെന്ന് അവരോട് ചോദിച്ചപ്പോൾ ഫഖാലു ഹാദിഹി അർബാബുൻ നസ്തൻസുറു ബിഹാ ഫനുൻസുർ വനസ്തസ്ഖി ബിഹാ ഫനുസ്ഖ. അവർ പറയുകയാണ്, ഈ ബിംബങ്ങള് ഞങ്ങളുടെ ദൈവങ്ങളാണ്. ഇതിനോട് ഞങ്ങൾ സഹായം ആവശ്യപ്പെടുമ്പോൾ ഞങ്ങൾക്ക് സഹായം ലഭിക്കുന്നു, മഴ ആറുമ്പോഴും മാറുന്നു. അവർ വിശദീകരിച്ചു കൊടുത്തപ്പോൾ അംർ ഇബ്നു ലുഹൈ അവരോട് ചോദിച്ചു, ഫൽതമസ ഇലൈഹിം അൻ യുക്രിമു ബിവാഹിദിൻ മിൻഹാ. അതിൽ നിന്നും ഒരു ബിംബത്തെ അംർ ഇബ്നു ലുഹൈ ആവശ്യപ്പെടുകയും അങ്ങനെ ആ ബിംബത്തെ അവർ നൽകുകയും ചെയ്തു. ഫഅതുഹു സനമൽ മഅറൂഫ ബിഹുബൽ. ഹുബൽ എന്ന് പേരിൽ അറിയപ്പെട്ടത് ആ ബിംബത്തെ അംർ ഇബ്നു ലുഹൈ അവർ കൊടുത്തു. അങ്ങനെ ഫസാറ ബിഹി ഇലാ മക്ക വവളഅഹു ഫിൽ കഅബ. അങ്ങനെ അംർ ഇബ്നു ലുഹൈ എന്ന് പറയുന്ന ആ ജാഹിലിയായ മനുഷ്യൻ ഈ ഹുബൽ എന്ന് പറയപ്പെടുന്ന ബിംബത്തെ ആദ്യമായി കൊണ്ട് മക്കയിലേക്ക് കൊണ്ടുവരികയും അള്ളാഹുവിന്റെ പരിശുദ്ധ ഭവനമാകുന്ന ആ കഅബയിൽ ആദ്യമായി കൊണ്ട് ഈ ബിംബത്തെ സ്ഥാപിക്കുകയും ചെയ്തു. അങ്ങനെയാണ് പരിശുദ്ധ കഅബാലയത്തിൽ ആദ്യമായി കൊണ്ട് ബിംബാരാധന ആരംഭിക്കുന്നത്. അങ്ങനെ അംർ ഇബ്നു ലുഹൈ ജനങ്ങളെ പ്രേരിപ്പിക്കുകയും അതിനെ ആരാധിക്കാൻ വേണ്ടി ജനങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്തു. ഈ അംർ ഇബ്നു ലുഹൈ 340 വർഷക്കാലം ജീവിച്ച ആളാണ്. ഇയാളും ഇയാളുടെ സന്താനങ്ങളും കൂടി 500 വർഷക്കാലം ആ കഅബയിൽ ബിംബത്തെ ആരാധിച്ചു. പിന്നീട് ഈ കഅബയുടെയും മക്കയുടെയും അധികാരം ഖുറൈശികളിലേക്ക് എത്തിപ്പെട്ടപ്പോൾ ഖുറൈശികളും 500 വർഷക്കാലം ഈ കഅബയിൽ ബിംബങ്ങൾ വെച്ച് ആരാധിച്ചു. അങ്ങനെ കഅബ 1000 വർഷത്തോളം കാലം ബൈത്തുൽ അസ്നാമായിരുന്നു, ബിംബങ്ങളുടെ ഭവനമായിരുന്നു. ഇങ്ങനെ കഅബ മുഴുവൻ ബിംബങ്ങളെ കൊണ്ട് നിറക്കപ്പെടുകയും അറേബ്യ മുഴുവൻ ബിംബാരാധനയിൽ വ്യാപൃതരാവുകയും ചെയ്ത ഘട്ടത്തിലാണ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ ഭൂജാതനാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൗഹീദിന്റെ വെള്ളി വെളിച്ചവുമായി കൊണ്ട് കടന്നു വരികയും അവരിൽ നിലനിന്നിരുന്ന
ശിർക്കിന്റെയും ബിംബാരാധനയുടെയും അർത്ഥശൂന്യത ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. എന്നാൽ ബിംബാരാധനയിൽ മുഴുകിയ ആ ജനത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന തൗഹീദ് എന്ന തത്വത്തെ ഉൾക്കൊള്ളാൻ അവർ തയ്യാറായില്ല. അവര് അനുഭവത്തോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൗഹീദിന്റെ വചനം അവരെ കേൾപ്പിച്ചപ്പോൾ അവർ അനുഭവത്തോടുകൂടെ ചോദിക്കുന്ന ചോദ്യം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. ഇലാഹുകളെ ഏക ഇലാഹാക്കുകയാണോ? ഇതൊരു അത്ഭുതമായ കാര്യം തന്നെയാണ്. അഥവാ ഇലാഹു ഒന്ന് മാത്രമാണ് എന്നുള്ളത് അവർക്ക് തീരെ ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. ഇലാഹു ഒന്ന് മാത്രമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞപ്പോൾ അതിനെ അംഗീകരിക്കാതെ വളരെ യുക്തിപൂർവം അതിനെതിരെ ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ് അവർ ചെയ്തത്. ഇമാം റാജി തങ്ങൾ ഇതിനെ വിശദീകരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു അഹദ്, അല്ലാഹു ഒരുവനാണെന്ന് അവരോട് പറഞ്ഞപ്പോൾ ഫഖാലൂ ലഹു 360 സനമൻ ലാ തഖും ബിഹവായിജിന ഫകൈഫ യഖുമുൽ വാഹിദ് ബിഹവായിജിൽ ഖൽഖ്. അവർ നബിയോട് ചോദിക്കുകയാണ്, ഞങ്ങൾ 360 ബിംബങ്ങളെ ആരാധിക്കുന്നുണ്ട്, പക്ഷേ ആ ബിംബങ്ങളൊന്നും ഞങ്ങളുടെ ആവശ്യം നിറവേറ്റി തരുന്നില്ല. പിന്നെങ്ങനെയാണ് ഒരു ഇലാഹ്, ഒരു ദൈവം എങ്ങനെയാണ് സൃഷ്ടികളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക? പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹ്രസ്വമായ ശക്തമായ പ്രബോധന പ്രവർത്തനങ്ങളെ കൊണ്ട് മക്കയെയും കഅബയെയും ശിർക്കിൽ നിന്ന് പരിപൂർണമായി മോചിപ്പിച്ചു. പിന്നീട് അങ്ങോട്ട് തൗഹീദിന്റെ സുവർണ കാലഘട്ടമായിരുന്നു. ഈ ഒരു അവസ്ഥാവിശേഷം ഖിലാഫത്ത് റാഷിദയുടെ അവസാനം വരെ തുടർന്നു പോന്നു. പക്ഷേ മൂന്നാം ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഷഹാദത്തും അവരുടെ കാദികരെ പിടികൂടലും സംബന്ധമായിക്കൊണ്ട് നാലാം ഖലീഫ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് നേരിടേണ്ടി വന്ന ചില രാഷ്ട്രീയ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെ തുടർന്ന് ഖലീഫക്കെതിരെ ഖവാരിജ് എന്നൊരു പുത്തൻ പ്രസ്ഥാനം പുറപ്പെടുകയുണ്ടായി. ആ ഖവാരിജ് എന്ന പുത്തൻ പ്രസ്ഥാനക്കാരാണ് ഈ ഉമ്മത്തിൽ തൗഹീദിനെ തെറ്റായി വ്യാഖ്യാനിക്കുകയും ഇന്ന് വഹാബികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ ഹക്കിന്റെ ആളുകളെ കാഫിറുകളായും മുശ്രിക്കുകളായും ചിത്രീകരിക്കുകയും ചെയ്തത്. ചുരുക്കത്തിൽ ഈ ഉമ്മത്തിൽ തൗഹീദിന് പുതിയ വ്യാഖ്യാനങ്ങളും വ്യതിയാനങ്ങളും സംഭവിച്ചത് ഖിലാഫത്ത് റാഷിദയുടെ അവസാന കാലഘട്ടത്താണ്. അതിന് തുടക്കം കുറിച്ചത് ഖവാരിജുകളായിരുന്നു. അതായത് നാലാം ഖലീഫയുടെ ഭരണകാലത്ത് ഉടലെടുത്ത ഈ രാഷ്ട്രീയ പ്രശ്നത്തെ തുടർന്ന് ഖലീഫയുടെ പക്ഷക്കാരായ ഇറാഖികളും എതിർകക്ഷികളായ കൂഫക്കാരും തമ്മിൽ നടന്ന ഘോരമായ യുദ്ധം. ആ യുദ്ധത്തിൽ ഇരു വിഭാഗങ്ങളിൽ നിന്നായിക്കൊണ്ട് 70,000-ൽ പരം ആളുകൾ വധിക്കപ്പെട്ടു. ഈ യുദ്ധത്തിൽ ഖലീഫയുടെ എതിർകക്ഷികളാകുന്ന കൂഫക്കാർക്കായിരുന്നു കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചത്. ഇനിയും യുദ്ധം തുടരുകയാണെങ്കിൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായേക്കാമെന്ന് പറയുന്നപ്പോൾ കൂഫക്കാർ അവിടെ ഒരു തന്ത്രം പ്രയോഗിക്കുകയായിരുന്നു. അവർ ഒരു വലിയ കുന്തത്തിന് മുകളിൽ ഖുർആൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർ പറഞ്ഞു, ഈ രീതിയിൽ യുദ്ധം തുടർന്നാൽ ഒരുപാട് മുസ്ലിമീങ്ങൾ വധിക്കപ്പെടുകയും മുസ്ലിമീങ്ങൾ ശത്രുക്കളാകുന്ന ആ മുസ്ലിമുകൾക്കെതിരെ യുദ്ധം ചെയ്യാൻ നമുക്ക് ആളില്ലാതെ വരികയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് യുദ്ധം അവസാനിപ്പിക്കാം, ഈ ഗ്രന്ഥത്തിലേക്ക് മടങ്ങുക, ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞതനുസരിച്ച് നമുക്ക് തീരുമാനം കണ്ടെത്താം. അങ്ങനെ അവർ പറഞ്ഞു. ഇത് നിർത്തിവെക്കാനുള്ള കൂഫക്കാരുടെ തന്ത്രമാണെന്ന് ഖലീഫക്കും അനുയായികൾക്കും മനസ്സിലായിരുന്നെങ്കിലും വിശുദ്ധ ഖുർആൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതനുസരിച്ച് തീരുമാനമെടുക്കാമെന്നവർ പറയുമ്പോൾ വീണ്ടും യുദ്ധം തുടരുന്നത് ശരിയില്ലെന്ന് ഖലീഫയുടെ ഭാഗത്തിൽ നിന്നുള്ളതായ ആളുകൾ തന്നെ പറയുകയും അവരുടെ സമ്മർദ്ദം മൂലം
ഖലീഫ ഇതും നിർത്തിവെക്കാൻ നിർബന്ധിതനാവുകയും ചെയ്തു. അങ്ങനെ ഇത് നിർത്തിവെക്കുകയും ഇരു വിഭാഗത്തിൽ നിന്നും മധ്യസ്ഥരെ നിയമിക്കുകയും അങ്ങനെ മധ്യസ്ഥരെ നിയമിച്ചപ്പോൾ ഖലീഫയുടെ എതിർകക്ഷികളാകുന്ന കൂഫക്കാർ അവർ തങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നല്ല സമർത്ഥരും വാക്ചാതുര്യമുള്ളതായ ആളുകളെ അവര് മധ്യസ്ഥരായി തെരഞ്ഞെടുത്തു. എന്നാൽ ഖലീഫയുടെ കൂട്ടത്തിൽ നിന്നും ഇതുപോലെ സമർത്ഥരായ ആളുകളെ തെരഞ്ഞെടുക്കാൻ വേണ്ടി ഖലീഫ തീരുമാനിച്ചപ്പോൾ കൂട്ടത്തിൽ നിന്നും ചില ആളുകൾ അതിൽ സമ്മർദ്ദം ചെലുത്തി. അങ്ങനെ അത്ര തന്നെ സാമർത്ഥ്യവും അക്ഷരവും ഇല്ലാത്ത ഒരാളെ ഖലീഫക്ക് മധ്യസ്ഥരായി നിശ്ചയിക്കേണ്ടി വന്നു. അങ്ങനെ മധ്യസ്ഥ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കൂഫക്കാര് വീണ്ടും ഒരു തന്ത്രം പ്രയോഗിക്കുകയായിരുന്നു. അതായത് ഖലീഫയുടെ കൂട്ടത്തിൽപ്പെട്ട അശ്അസ് ഇബ്നു ഖൈസ് എന്ന് പറയുന്ന സ്വഹാബിയും ആളുകളും യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൂഫക്കാരുടെ പക്ഷത്തിൽ നിന്നും ഉർവ എന്ന് പറയുന്ന ആള് അശ്അസ് ഇബ്നു ഖൈസിന്റെ ഒട്ടകത്തിന് പുറത്ത് ശക്തമായി അടിച്ചു. എന്നിട്ട് അയാൾ ഉറക്കെ പറയുകയാണ്, വിധി പറയേണ്ടതും തീർപ്പ് കൽപ്പിക്കേണ്ടതും അല്ലാഹു ആണല്ലോ, ആരാണ് നൽകിയത്? ഇങ്ങനെയൊക്കെ ഈ മനുഷ്യൻ ഉറക്കെ പറഞ്ഞപ്പോൾ ഇത് കേട്ട ഖലീഫയുടെ കൂട്ടത്തിൽപ്പെട്ട പല ആളുകളും ഇത് ശരിയാണെന്ന് ധരിക്കുകയും അങ്ങനെ അവർ ഖലീഫക്കെതിരിൽ തിരികുകയും ചെയ്തു. പ്രിയമുള്ളവരെ, വലിയൊരു വിഭാഗം തന്നെ ഖലീഫക്കെതിരെ നിലകൊണ്ടു. എത്രത്തോളം അവർ അലി റളിയല്ലാഹു അൻഹുവിനെ കാഫിറാണെന്ന് വിളിക്കാൻ വരെ, അലി റളിയല്ലാഹു അൻഹു കാഫിറാണെന്ന് വാദിക്കാൻ വരെ അവർ തയ്യാറായി. അള്ളാഹുവിന്റെ തഹ്കീം എന്ന സിഫത്തിൽ ഖലീഫ പങ്കു ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഖലീഫയും ഖലീഫയുടെ കൂട്ടരും കാഫിറാണ് എന്ന് അവർ വാദിക്കുകയും ചെയ്തു. ഇങ്ങനെ തൗഹീദിനെ ആദ്യമായി തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ഖലീഫക്കെതിരിൽ പൊട്ടിപ്പുറപ്പെട്ട ഈ വിഭാഗമാണ് പിൽക്കാലത്ത് ഖവാരിജുകൾ എന്ന പേരിൽ അറിയപ്പെട്ടത്. അവരാണ് ഈ ഉമ്മത്തിൽ ആദ്യമായി തൗഹീദിന് പുതിയ വ്യാഖ്യാനവും വ്യതിയാനങ്ങളും കൊണ്ടുവന്നത്. പിൽക്കാലത്ത് ഇത്തരത്തിൽ ഒരുപാട് സംഘടനകൾ ഉടലെടുക്കുകയും തൗഹീദിനും ശിർക്കിനും പുതിയ വ്യാഖ്യാനങ്ങളും നിർവചനങ്ങളും നൽകുകയും ചെയ്തവരുണ്ടായിരുന്നു. പ്രിയമുള്ള ശ്രോതാക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഖുലഫാഉ റാഷിദീങ്ങളും ഇമാമുമാരും തൗഹീദിനെ ഏതൊരു രീതിയിലാണോ നമുക്ക് പഠിപ്പിച്ചു തന്നത്, അതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും വ്യതിചലിക്കാതെ യഥാർത്ഥ തൗഹീദിന്റെ അവകാശികളാകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമുക്ക് ബന്ധപ്പെട്ടവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് എന്റെ ഈ ചെറിയ പ്രഭാഷണത്തിൽ ഞാൻ വിരാമം കുറിക്കുകയാണ്. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ സമഗ്രമായി ചർച്ച ചെയ്യേണ്ടുന്ന, പല ഭാഗങ്ങളെക്കുറിച്ചും കൃത്യമായി മനസ്സിലാക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് തൗഹീദ് എന്നത്. പല വിഷയങ്ങളെക്കുറിച്ചും പല കാര്യങ്ങളെക്കുറിച്ചും സുന്നികളെ വിമർശിക്കാറുള്ള ബിദ്അത്തിന്റെ ആളുകൾ തൗഹീദുമായി ബന്ധപ്പെട്ട്, ശിർക്കുമായി ബന്ധപ്പെട്ട് പല ആരോപണങ്ങളും സുന്നികൾക്കെതിരെ, നമുക്കെതിരെ ഉന്നയിക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് അതെല്ലാം തന്നെ കൃത്യമായി ചർച്ച ചെയ്യുകയും വസ്തുത എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു ചർച്ചയാണ് നാം ഉദ്ദേശിക്കുന്നത്. അതിന്റെ ആമുഖം എന്ന നിലക്കാണ് ലോകത്ത് ആദ്യമായി കൊണ്ട് തൗഹീദിൽ വ്യതിയാനം സംഭവിച്ചത് എന്നു മുതൽക്കാണ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാട്ടുകാരും അവിടുത്തെ ബന്ധുക്കാരുമായിരുന്ന അറബ് സമൂഹത്തിൽ എങ്ങനെയാണ് ആദ്യമായി കൊണ്ട് ബിംബാരാധന കടന്നു വന്നത് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽ അഥവാ ഇജാബത്തിന്റെ ഉമ്മത്തിൽ തൗഹീദ് സംബന്ധമായ പരിഷ്കരണങ്ങളും പുത്തൻ വാദങ്ങളും ചിന്താഗതിയും
എന്നു മുതൽക്ക് കടന്നു വന്നു, അതിന്റെ ചരിത്രപരമായ പശ്ചാത്തലം എന്തായിരുന്നു, ഇതെല്ലാമാണ് ഇവിടെ കഴിഞ്ഞ ചെറു പ്രഭാഷണത്തിലൂടെ നാം കേട്ടത്. ഇൻഷാ അല്ലാഹ് തൗഹീദിന്റെ ബാക്കി ഭാഗങ്ങളെക്കുറിച്ച് കൃത്യമായ വിവരണം നൽകണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓരോ ചൊവ്വാഴ്ചയും ഈ സമയത്ത് നടക്കുന്ന ആ ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ആ കാര്യം നിർവഹിക്കണം. ഈ വിഷയവുമായി കൊണ്ടോ അതല്ലെങ്കിൽ പൊതുവെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങളുമായി ബന്ധപ്പെട്ടോ ആർക്കെങ്കിലും വല്ല സംശയങ്ങളും തീർക്കേണ്ടതുണ്ടെങ്കിൽ, വല്ല കാര്യങ്ങളും അറിയേണ്ടതുണ്ടെങ്കിൽ ബഹുമാന്യരായ ശ്രോതാക്കൾ മൈക്കെടുക്കണം. അത്തരം വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ സലാം പറഞ്ഞിരുന്നു, കേട്ടിരുന്നു എന്നറിയില്ല. ഏതായാലും അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഗഫൂർ ഉസ്താദ് അനുവദിയുടെ ദർസിൽ നിന്നും നാളെയുടെ വാഗ്ദാനമായ യുവ പണ്ഡിതന്മാർ ഓരോ വിഷയങ്ങളെക്കുറിച്ചും നമുക്ക് പ്രതീക്ഷ നൽകുന്ന തരത്തിൽ തന്നെ പഠിച്ച് നമുക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ തന്നെ വളർന്നു വരുന്നു എന്നുള്ള സന്തോഷമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം അവർക്ക് നൽകുമാറാവട്ടെ. കൂടുതൽ കാലം നമ്മുടെ സമൂഹത്തിന്, സമുദായത്തിന്, സംഘടനക്ക് നേതൃത്വം കൊടുക്കാനുള്ള കഴിവ് ഈ യുവ പണ്ഡിതന്മാർക്ക് അല്ലാഹു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതായാലും ഇന്നത്തെ വിഷയത്തെക്കുറിച്ചോ അതല്ലെങ്കിൽ ആദർശപരമായിട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കാനുള്ള സുഹൃത്തുക്കൾക്ക് ചോദിക്കാൻ വരാവുന്നതാണ്. ബഹുമാനപ്പെട്ട അബ്ദുൽ ഗഫൂർ ഉസ്താദും അതുപോലെ തന്നെ മറ്റു പണ്ഡിതന്മാരും ക്ലാസ്സിലുണ്ട്. മദ്ഹബിനെ കുറിച്ചോ തൗഹീദിനെ കുറിച്ചോ ഷിർക്കിനെ കുറിച്ചോ അങ്ങനെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയ ആദർശങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കാനുള്ള അവസരമാണ്. ഏതായാലും തൽക്കാലം ഞാൻ മൈക്ക് വിടുകയാണ് അബ്ദുറഹ്മാൻ സാഹിബിന് വേണ്ടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കല്ലാഹു ഖൈർ. BHSS എന്നുള്ള ഐഡിയിലുള്ള സുലൈമാൻ മുസ്ലിയാർ, അതുപോലെ തന്നെ അബ്ദുൽ ഗഫൂർ അനുവദി ഉസ്താദ്, ഉമർ കുളത്തൂർ സാഹിബ്. നേരത്തെ കൈപൊക്കിയിട്ട് പറയാൻ വിചാരിച്ചതൊക്കെ ഉമർ സാഹിബ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകം ഇനി ഞാനായിട്ടൊന്നും പറയുന്നില്ല, നേരെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അത് ഉസ്താദിനോടൊരു ചെറിയ ചോദ്യം. സാധാരണയായി വഹാബി മൗദൂദികളും വിധേയ പ്രസ്ഥാനക്കാർ ശിർക്ക് ആരോപിക്കുന്ന, സുന്നത്ത് ജമാഅത്തിന് സുന്നികളുടെ പേരിൽ ശിർക്ക് ആരോപിക്കുന്ന ഒരു കാര്യമാണ് അള്ളാഹുവിനെ അല്ലാതെ മറ്റു ഔലിയാക്കളോടും അമ്പിയാക്കളോടും സഹായം ചോദിക്കുന്നതിനെ കുറിച്ച്. ഖുർആനിൽ തന്നെ പറയുന്നു, അള്ളാഹു നിങ്ങളുടെ ഏറ്റവും അടുത്താണ്, അള്ളാഹു നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ളവനാണ്. പിന്നെ എന്തിനാണ് അള്ളാഹു അത്ര അടുത്തുണ്ടാകുമ്പോ നിങ്ങളെ സഹായിക്കാൻ അള്ളാഹു തന്നെ പോരെ, പിന്നെ എന്തിനാണ് ഞങ്ങൾ ഔലിയാക്കളെയും അമ്പിയാക്കളെയും വിളിച്ച് സഹായം ചോദിക്കുന്നത്? അതാണ് എന്റെ ചോദ്യം. മൈക്ക് റിലീസ് ചെയ്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ARCKP അബ്ദുറഹ്മാൻ സാഹിബ് അവറുകൾ സാധാരണ വഹാബികൾ പറയാറുള്ള ഒരു ചോദ്യം നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ചോദിച്ചത് നാം കേട്ടല്ലോ. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് സഹായം ചോദിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇത് പലപ്പോഴും വഹാബികൾ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. വഹാബീസത്തിന്റെ പൊതുവെയുള്ള സ്വഭാവം, അതല്ലെങ്കിൽ വഹാബീസത്തിന്റെ മുഖമുദ്ര, കാര്യങ്ങളെ, വസ്തുതകളെ വേണ്ട രീതിയിൽ വേർതിരിച്ച് മനസ്സിലാക്കുന്നില്ല, അതിനുവേണ്ടി ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. അള്ളാഹു അല്ലാത്തവരെ എന്തിനു വേണ്ടി സഹായത്തിന് വിളിക്കുന്നു? ഇതിന് വളരെ സിമ്പിൾ മറുപടി. ഔലിയാക്കളും അതുപോലെയുള്ള മഹാന്മാരും അവിടെ നിൽക്കട്ടെ, സാധാരണക്കാരായ ആളുകളോട് പൊതുവെ സഹായത്തിന് വേണ്ടി എല്ലാവരും ആവശ്യപ്പെടാറുണ്ടല്ലോ. അള്ളാഹു എല്ലാത്തിനും മതിയായവനാണ് എന്ന വിഷയത്തിൽ ഒരു വഹാബിക്കും തർക്കമുണ്ടാവുകയില്ല. അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്, എല്ലാ സംഗതികൾക്കും അള്ളാഹു മതിയായവനാകുന്നു എന്ന വിഷയത്തിൽ ഒരാൾക്കും സംശയമുണ്ടാവുകയില്ല. ഇനി ആരെങ്കിലും അങ്ങനെ സംശയിക്കുന്നെങ്കിൽ തീർച്ചയായും അവർ നമ്മുടെ കടത്തിന് പുറത്തുമായിരിക്കും. എന്നിരിക്കെ അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്, എല്ലാ സംഗതികൾക്കും കഴിവുള്ളവനാണ് എന്ന് എല്ലാവരും വിശ്വസിക്കുന്നു, എല്ലാവരും അംഗീകരിക്കുന്നു. എന്നിരിക്കെ പല വിഷയങ്ങളിലും പല സംഗതികളിലും നമ്മുടെ സുഹൃത്തുക്കളോടും നമ്മുടെ ബന്ധപ്പെട്ട ആളുകളോടും സഹായം ചോദിക്കാറുണ്ട്. ഇതെന്തൊരു കാര്യത്തിന് വേണ്ടിയാണോ അതേ രൂപത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയും അതല്ലാത്ത മറ്റു ചില സംഗതികൾക്കും വേണ്ടിയാണ് സുന്നികൾ
അമ്പിയാക്കന്മാരെയും ഔലിയാക്കന്മാരെയും അവർ അമ്പിയാക്കന്മാരാകുന്നു ഔലിയാക്കന്മാരാകുന്നു എന്ന വിശ്വാസത്തോടുകൂടി സഹായത്തിന് വേണ്ടി വിളിക്കുന്നത്. ഇൻഷാ അല്ലാഹ് വിശദീകരണം ആവശ്യമാണെങ്കിൽ പ്രിയപ്പെട്ട ശ്രോതാക്കൾ മൈക്കെടുക്കണം, ചോദിക്കണം. ജസാക്കല്ലാഹു ഖൈർ ഉസ്താദ്. ഇവിടെ നിങ്ങളുടെ സംശയം തീരുന്നത് വരെ നിങ്ങളെ വളരെ ആദരപൂർവ്വം മൈക്കിലേക്ക് ക്ഷണിക്കുന്നതാണ്. ഏതായിരുന്നാലും ഷഹീദ് തങ്ങൾക്ക് വേണ്ടി ഞാൻ മൈക്ക് റിലീസ് ചെയ്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജസ്റ്റ് ഇതിലൊന്ന് പങ്കെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോട് മൈക്കെടുത്താണ്. ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദുദ്യമം സ്വീകരിക്കുമാറാവട്ടെ എന്ന് ആശംസിച്ച് ദുആ ചെയ്യുന്നു. നമ്മുടെ ഉസ്താദ് അവർകൾക്കും അതുപോലെ നമ്മുടെ ഈ ക്ലാസ് ശ്രവിക്കുന്ന എല്ലാവർക്കും അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും സംസ്ഥകളുടെ ജമിയത്തുൽ ഉലമയുടെ പിന്നിൽ അണിയുറച്ചു നിൽക്കാനുള്ള ഒരു തൗഫീഖും നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരന്മാരെ, ആക്ഷൻ 2011 എന്ന ഐഡിയിലുള്ള ഒരു സഹോദരൻ ഇവിടെ ടെക്സ്റ്റ് അടിച്ചതായി നാം കണ്ടു. ചത്തതിനോടല്ല ചോദിക്കുന്നത്. ഏതായിരുന്നാലും ആ ടെസ്റ്റ് അടിച്ച സഹോദരൻ മൈക്കെടുത്ത് ചോദിക്കുകയാണെങ്കിൽ വളരെ സൗകര്യമായിരുന്നു. പക്ഷേ ആ ടെസ്റ്റിലൂടെ അദ്ദേഹം നൽകിയ ആ മെസ്സേജിലൂടെ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹം വഹാബീസത്തിന്റെ ആശയത്തിൽ പെട്ടുപോയ വ്യക്തിയാണോ അല്ലേ എന്ന് നമുക്കറിയില്ല. പക്ഷെ ചത്തതിനോടല്ല ചോദിക്കുന്നത് എന്ന ഒരു മറുചോദ്യമാണ് അദ്ദേഹം ഇവിടെ പരസ്യം ചെയ്തിട്ടുള്ളത്. പ്രിയമുള്ള ശ്രോതാക്കളെ, നാം മനസ്സിലാക്കണം, എന്താണ് ആ മെസ്സേജ് കൊണ്ട്, ആ ടെസ്റ്റ് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത്. ചത്തതിനോടല്ല ചോദിക്കുന്നത്. അഥവാ നമുക്കറിയാമല്ലോ, നമ്മൾ മഹാന്മാരാകുന്ന അമ്പിയാക്കന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടക്കമുള്ള മഹാന്മാരായ അമ്പിയാക്കന്മാരെ വിഷമഘട്ടങ്ങളിൽ വിളിക്കാറുണ്ട്. തീർച്ചയായും അവർ വഫാത്തായിട്ടുണ്ട്. അപ്പൊ ഈ വഫാത്തായി പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കുന്നതിനെ ആക്ഷേപിച്ചുകൊണ്ടാണല്ലോ ആ സഹോദരൻ ഈ ടെക്സ്റ്റ് അടിച്ചിട്ടുള്ളത്. മനസ്സിലാക്കണം, വഹാബീസത്തിന്റെ ശരിയായ മുഖം, അതല്ലെങ്കിൽ മൗദൂദിസത്തിന്റെ ശരിയായ മുഖമാണ് നമുക്ക് ഈ ടെസ്റ്റിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. വഫാത്തായി പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിഷമഘട്ടങ്ങളിൽ സഹായത്തിന് വേണ്ടി, ശഫാഅത്തിന് വേണ്ടി നാം വിളിക്കുന്നു. ഇതിനെ ആക്ഷേപിച്ചുകൊണ്ടാണല്ലോ അദ്ദേഹം ചത്തതിനോടല്ല വിളിക്കുന്നത് എന്ന രീതിയിൽ എഴുതിയിട്ടുള്ളത്. പ്രിയമുള്ള ശ്രോതാക്കളെ, ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ് വഹാബീസം എന്നുള്ളതാണ്. വഫാത്തായി പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിഷമഘട്ടങ്ങളിൽ വിളിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം ഒരു മറുചോദ്യമായിക്കൊണ്ട് എഴുതി വിട്ടിരിക്കുന്നു, ചത്തതിനോടല്ല ചോദിക്കുന്നത്. ഈ വാക്ക് നല്ല വിശദീകരണം. പ്രിയമുള്ള സഹോദരൻ, നിങ്ങൾ മൈക്കെടുക്കൂ. നിങ്ങൾ മൈക്കിൽ വരാതെ ഈ രൂപത്തിൽ ടെസ്റ്റ് അടിച്ചു വിടുമ്പോൾ ആ രൂപത്തിൽ തന്നെയാണ് മനസ്സിലാക്കുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, വഫാത്തായ നബി തങ്ങളോട് സഹായം ചോദിക്കുന്നതിനെ കുറിച്ച് ഈ രൂപത്തിൽ പരാമർശിക്കുമ്പോൾ, പ്രിയമുള്ള ശ്രോതാക്കളെ, ഇത് തന്നെയാണ് വഹാബീസത്തിന്റെ മുഖം, ഇത് തന്നെയാണ് മൗദൂദിസത്തിന്റെ മുഖം എന്നല്ല, സർവ ബിദ്അത്തുകളുടെയും ഉള്ളറ, അതല്ലെങ്കിൽ അതിന്റെ കാതലായ ഭാഗം ഇങ്ങനെയുള്ള മഹാന്മാരായ ആളുകളെ, പ്രത്യേകിച്ച് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ രൂപത്തിൽ വിശദീകരിക്കുക, ഈ രൂപത്തിൽ അവതരിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇനി മറ്റെന്തെങ്കിലും വിശദീകരണം ഉണ്ടെങ്കിൽ, മറ്റേതെങ്കിലും തരത്തിലാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിൽ ആക്ഷൻ എന്ന ഐഡിയിലുള്ള സഹോദരൻ മൈക്കെടുക്കണം, അദ്ദേഹം ഇത് വിശദീകരിക്കുകയും ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഹലോ, ഓക്കെ. ഞാൻ ഇതേപോലെ പങ്കെടുക്കാൻ വേണ്ടി തന്നെ കയറിയതാണ്. പിന്നെ ആക്ഷൻ വരികയാണെങ്കിൽ മാറി കൊടുക്കാമെന്ന് വിചാരിച്ചു, അതുകൊണ്ട് എടുക്കാമെന്ന് ആദ്യം. ഓക്കെ. അതായത് എൻ്റെ ഒരു ചെറിയ സംശയം എന്ന് പറഞ്ഞാല്, പിന്നെ ഒരാളുടെ മുന്നിൽ ഒരു ഉദ്ദേശവും ഇല്ലാതെ ഒരു സുജൂദ് ചെയ്താൽ, സുജൂദല്ല കുമ്പിട്ടാൽ, അങ്ങനെ തന്നെ പറയാലോ,
സുജൂദ് ചെയ്താൽ അത് ഷിർക്കാകുമെന്ന് മുജാഹിദുകൾ ഇപ്പോൾ പറയുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിച്ച് തന്നാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുജാഹിദുകൾ ഇപ്പോ പറയുന്നത് അതല്ലെങ്കിൽ മുമ്പ് പറഞ്ഞത് ഇതിനെക്കുറിച്ചൊക്കെ വിശദീകരിക്കുകയാണെങ്കിൽ അത് ബഹുരസമായിരിക്കും. എന്തുകൊണ്ടെന്നാൽ ആശയപരമായ പാപ്പരത്വത്തിന് ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് ഒരു സമ്മാനം പ്രഖ്യാപിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ സമ്മാനത്തിന് അർഹരായിക്കൊണ്ട് വരിക നമ്മുടെ കേരളത്തിലെ വഹാബികൾ തന്നെയായിരിക്കും. ഒരു സംശയവും ആ കാര്യത്തിലില്ല. വൈരുദ്ധ്യങ്ങൾക്കും പാപ്പരത്വങ്ങൾക്കും കഥയില്ലായ്മക്കും ആരെങ്കിലും ഒരു സമ്മാനം പ്രഖ്യാപിക്കുന്നെങ്കിൽ ആ സമ്മാനത്തിന് അർഹരായിക്കൊണ്ട് തീർച്ചയായും ഒന്നാം നമ്പർ ആയിക്കൊണ്ട് ലൈനിലുണ്ടാവുക തീർച്ചയായും വഹാബികൾ തന്നെയായിരിക്കും. ആ രൂപത്തിലാണ് വഹാബികൾ ഇപ്പോൾ പറഞ്ഞതും മുമ്പ് പറഞ്ഞതും ഇതെല്ലാം തന്നെ. അതുകൊണ്ട് സുജൂദ് സംബന്ധമായിക്കൊണ്ട് അതല്ലെങ്കിൽ കുമ്പിടൽ സംബന്ധമായിക്കൊണ്ട് വഹാബികൾ എന്ത് പറഞ്ഞു എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യേണ്ടതില്ല. അല്ല, വഹാബികളുടെ ആശയത്തെക്കുറിച്ച് തന്നെ ചർച്ച ചെയ്യണമെന്ന് ഏതെങ്കിലും ശ്രോതാക്കൾക്ക് ഏതെങ്കിലും സഹോദരന്മാർക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗം ചർച്ച ചെയ്യുകയും ആവാം. ഏതായിരുന്നാലും ഞാൻ ആക്ഷൻ എന്ന ആ ഐഡിയയിലുള്ള സഹോദരൻ ടെക്സ്റ്റ് അടിച്ചപ്പോൾ അത് സംബന്ധമായിക്കൊണ്ട് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം മൈക്കിൽ വരാൻ തയ്യാറായിട്ടില്ല. ബഹുമാനമുള്ള ശ്രോതാക്കളെ, അദ്ദേഹം അടിച്ച ആ ടെക്സ്റ്റിന്റെ ഗൗരവം നാം മനസ്സിലാക്കണം. അതിന്റെ ഗൗരവം നാം മനസ്സിലാക്കി. ചെറിയ വിഷയമല്ല അത്. അമ്പിയാക്കന്മാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വഫാത്തായ നബിയോട് നാം സഹായം ചോദിക്കുന്നതിനെക്കുറിച്ച് അവരോട് സങ്കടം പറയുന്നതിനെക്കുറിച്ച് നാം പറഞ്ഞപ്പോൾ ഒരു മറുചോദ്യം എന്ന നിലക്കാണല്ലോ ആ സഹോദരൻ ചത്തതിനോടല്ല ചോദിക്കുന്നത് എന്ന രീതിയിൽ. അപ്പൊ നബി തങ്ങളെ അതല്ലെങ്കിൽ നബി തങ്ങളുടെ വഫാത്തിനെ ഒരു മുസ്ലിമായ മനുഷ്യന്റെ നാവുകൊണ്ട് പറയുവാനോ മനസ്സുകൊണ്ട് ഊഹിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണല്ലോ ആ സഹോദരന്റെ ടെക്സ്റ്റിലൂടെ അദ്ദേഹം ഇവിടെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഇത് തന്നെയാണ് വഹാബികൾക്കുള്ള മുഖമുദ്ര. ഇത് തന്നെയാണ് വഹാബികളുടെ സ്വഭാവം. ഇത് വഹാബികളുടെ പുതിയ കൃതികളെ കൊണ്ടും പഴയ കൃതികളെ കൊണ്ടും നമുക്ക് ഇഷ്ടം പോലെ സ്ഥാപിക്കാൻ സാധിക്കും. അപ്പൊ യഥാർത്ഥത്തിൽ വഹാബീസം എന്ന് പറഞ്ഞാൽ അമ്പിയാക്കന്മാരെയും ഔലിയാക്കന്മാരെയും നിരൂപിക്കുക. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെങ്കിൽ പോലും നബി തങ്ങളുടെ ജീവിതത്തിൽ കുറവുകൾ കണ്ടെത്തുക, അവരെ ഈ രൂപത്തിൽ ഇപ്പൊ നാം എല്ലാവരും നമ്മുടെ ഈ ക്ലാസ് റൂമിൽ അദ്ദേഹം പരസ്യമായിക്കൊണ്ട് അടിച്ചുവിട്ട ടെക്സ്റ്റിലൂടെ ആ കാര്യം കണ്ടവരാണല്ലോ, മനസ്സിലാക്കിയവരാണല്ലോ. ഇത് തന്നെയാണ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ വഹാബീസത്തിന്റെ യഥാർത്ഥ രൂപം. ഇത് തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ വിഷയം വഹാബികൾ എന്ത് പറയുന്നു എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അവിടെ ഒരുപാട് വൈരുദ്ധ്യങ്ങളും അതുപോലെ തന്നെ ഒരുപാട് പാപ്പരത്വങ്ങളുമാണ് നമുക്ക് കാണാൻ സാധിക്കുക. സുജൂദ് ചെയ്യൽ സംബന്ധമായിക്കൊണ്ട് നമ്മുടെ ഇമാമന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ കൃത്യമായിക്കൊണ്ട് വിശദീകരിക്കുന്നുണ്ട്. അഥവാ സുജൂദ് ഏതുദ്ദേശത്തിലാണെങ്കിലും ശരി, അത് ഇബാദത്ത് എന്ന ഉദ്ദേശത്തിലാവട്ടെ മറ്റേതുദ്ദേശത്തിലാണെങ്കിലും ശരി, അല്ലാഹു അല്ലാത്ത ഒരാൾക്കും തന്നെ സുജൂദ് പാടില്ല, സുജൂദ് ചെയ്യാൻ പാടില്ല. അങ്ങനെ സുജൂദ് ചെയ്താൽ ഇസ്ലാമിലെ യഥാർത്ഥ മുഫ്തിക്ക് മുന്നിൽ, യഥാർത്ഥ ഖാദിക്ക് മുന്നിൽ, യഥാർത്ഥ ഇമാമിന് മുന്നിൽ മതിയായ രീതിയിലുള്ള വിശദീകരണം ഈ സുജൂദ് ചെയ്ത വ്യക്തി നൽകാതിരുന്നാൽ ആ വ്യക്തിയെ മുർത്തദ്ദായിക്കൊണ്ട് കണക്കാക്കപ്പെടുകയും ശേഷമുള്ള നടപടികൾ ആ വ്യക്തിയോട് സ്വീകരിക്കുകയും ചെയ്യും. ഇതാണ് ഇസ്ലാമിലെ മസ്അല. സുജൂദ് ഒരാൾക്കും തന്നെ പാടില്ല എന്നുള്ളതാണ്. എനിക്ക് സുജൂദിനെ പറ്റിയാണ് ചോദിക്കാനുള്ളത്. ഞാൻ കേൾക്കുന്നില്ല, കേൾക്കുന്നുണ്ട്. ആരെങ്കിലും അടിക്കണേ. ഓക്കെ. സുജൂദിനെ പറ്റി പറഞ്ഞല്ലോ, ആര് ചെയ്താലും അത് ഇസ്ലാമിന്റെ കാദിന് മുമ്പിൽ ഹാജരാക്കപ്പെടുകയും അയാൾ അതിനെ വിധിക്കുകയാണെങ്കിൽ അങ്ങനെ മുർത്തദ്ദായിട്ട് പ്രഖ്യാപിക്കുക, അയാളെ വിശദീകരണം ശരിയല്ലെങ്കിൽ എന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരും വൈലത്തൂർ തങ്ങളും കൂടെ ഒരു തമിഴ്നാട്ടിലൊരു ജാലത്തിൽ പോയിട്ട് വൈലത്തൂർ മുസ്ലിയാർ സുജൂദ് ചെയ്യുന്നതും പൊന്മള പച്ച തുണി എടുത്തിട്ട് മുത്തുന്നതും കാണുന്ന ക്ലിപ്പുണ്ട്. ക്ലിപ്പ് എന്ന് പറഞ്ഞാൽ ദേവമീഡിയ പടന്നിറക്കിയ CD ആണത്, അതിലുള്ള ഭാഗങ്ങൾ. അപ്പോൾ അതിനെ പറ്റിയിട്ട് പിന്നെ നിങ്ങൾക്ക് പറയാനുള്ള AP വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായിരിക്കും എന്ന് പറയായിരിക്കും. പക്ഷെ അത് എന്തുകൊണ്ട് നിങ്ങൾ EK വിഭാഗം വിമർശിച്ചില്ല, അതിനെപ്പറ്റി അത് തെറ്റാണെന്ന് പറഞ്ഞില്ല? അതാണ് എൻ്റെ ചോദ്യം. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏതോ രണ്ടാളുകൾ എവിടെയോ പോയി സുജൂദ് ചെയ്തു, എന്തുകൊണ്ട് നമ്മൾ വിമർശിക്കുന്നില്ല എന്നുള്ളതാണ് ആ ബഹുമാനപ്പെട്ട സഹോദരന്റെ ചോദ്യം. എന്നാൽ അദ്ദേഹത്തിന്റെ അറിവിലേക്കായിക്കൊണ്ട് പറയട്ടെ,
മുജാഹിദ് നേതാവായിരുന്ന കെ ഉമർ മൗലവി, അദ്ദേഹത്തിന്റെ സൽസബീലിൽ അദ്ദേഹം എഴുതിയ ഒരു ഭാഗം, ഞാനിപ്പോൾ അതിന്റെ പേജ് നമ്പറോ അതല്ലെങ്കിൽ ലക്കമോ ഒന്നും പറയുന്നില്ല. നിഷേധിക്കുകയാണെങ്കിൽ, അങ്ങനെ ഇല്ല എന്ന അഭിപ്രായമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് കാര്യങ്ങളെല്ലാം തന്നെ പറയാം. ഒരു മുഅ്മിനായ സത്യവിശ്വാസിയായ മനുഷ്യൻ സുജൂദിന്റെ രൂപത്തിൽ കിടക്കുന്നത് കണ്ടാൽ ചാടിക്കയറി പെട്ടെന്ന് അത് പാടില്ലാത്ത കാര്യമാണ്, ഷിർക്കാണ്, അദ്ദേഹം കാഫിറാണ് എന്നൊന്നും പറയരുത് എന്ന് മുജാഹിദ് നേതാവ് കെ ഉമർ മൗലവി, അതായത് കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ദീർഘകാല പ്രസിഡന്റായിക്കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന് വേണ്ടി സേവനം ചെയ്തിരുന്ന പ്രവർത്തിച്ചിരുന്ന ഉമർ മൗലവി അദ്ദേഹത്തിന്റെ സൽസബീൽ എഴുതിയിട്ടുണ്ട്. അതിനെക്കുറിച്ച്, സൽസബീലിൽ ഉമർ മൗലവി എഴുതിയതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട സഹോദരൻ എന്താണോ അഭിപ്രായം, ആ അഭിപ്രായം തന്നെയാണ് നിങ്ങൾ ഉദ്ധരിച്ച, നിങ്ങൾ പറഞ്ഞ ആ രണ്ട് വ്യക്തിയുടെ സുജൂദിനെ കുറിച്ച്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും. ഉമർ മൗലവി അത് എഴുതിയിട്ടുള്ളത് സുജൂദ് ചെയ്യാന്ന് പറഞ്ഞിട്ടല്ല, അങ്ങനെ കിടക്കുന്നത് കണ്ടാൽ തന്നെ നിങ്ങൾ അദ്ദേഹത്തെ അറിയാതെ, അദ്ദേഹം എങ്ങനെ, ചിലപ്പോൾ ബോധം കെട്ട് വീണതായിരിക്കാം, അതിൻ്റെ അകത്ത് കമന്ന് വീണതായിരിക്കാം, അപ്പൊ സുജൂദിന്റെ രൂപത്തിലായിരിക്കും വീണ്ടുണ്ടാകുക. അത് എന്താണെന്ന് ശരിക്കും അറിയാതെ അയാളെ പറ്റിയിട്ട് അഭിപ്രായം പറയരുത് എന്നാണ് പറഞ്ഞത്. അതായത് അയാളത് സുജൂദ് തന്നെയാണോ ചെയ്യുന്നത്, ശരിക്കും അതിനെപ്പറ്റി പഠിച്ച് ആ പാരഗ്രാഫ് നിങ്ങൾ മേലെയും താഴെയും ഫുള്ളായിട്ട് അത് വായിക്കുകയാണെങ്കിൽ ഇവിടെ ഉള്ള ആൾക്കാർക്ക് മനസ്സിലാവുകയും ചെയ്യും. അത് മാത്രം പറയല്ല, അതിന്റെ മേലെ ഭാഗവും ആ വാരികയുള്ള അതിന്റെ മേലെ ഭാഗമുള്ള പാരഗ്രാഫും താഴെയുള്ളൂ. അത് കഴിഞ്ഞിട്ട് ആ എഴുതിയ ഭാഗം കഴിഞ്ഞിട്ട് താഴെ എഴുതിയത് എന്താണെന്ന് വിശദീകരിച്ച് വായിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ആൾക്കാർക്കൊക്കെ അത് മനസ്സിലാവും. അത് ഇടമുട്ടൻ സംവാദത്തിലൊക്കെ അതിനെപ്പറ്റി പറഞ്ഞിട്ടാണ് തെറ്റും കട്ട് വായിച്ചെന്നൊക്കെ കളവ് പറഞ്ഞിട്ട് ഈ AP വിഭാഗം സുന്നികൾ ആ വാദം ആ സംവാദം തന്നെ കലക്കാനുള്ള കാരണം തേച്ചും വായിച്ചു കഴിഞ്ഞാൽ അവരുടെ വാദമൊക്കെ പൊളിയും. അതിന്റെ പേരിലാണ്. അപ്പൊ അത് അയാൾ ന്യായീകരിക്കുകയല്ല ചെയ്തത്. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എനിക്ക് ബഹുമാനപ്പെട്ട KP ഫൈസൽ സാഹിബിനോട് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ സാഹിബ് പറഞ്ഞതുപോലെ തന്നെ വ്യക്തികളെ സംബന്ധിച്ചുള്ള ചർച്ച സുഖകരമല്ലെങ്കിലും KP ഫൈസൽ സാഹിബിന് ഏത് വ്യക്തികളെക്കുറിച്ചും ചോദിക്കാം. അത് പേരോടാവട്ടെ മറ്റാരാവട്ടെ ഏത് വ്യക്തികളെക്കുറിച്ചും ചോദിക്കാം. സുന്നത്ത് ജമാഅത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിൽ, ആശയങ്ങളാണെങ്കിൽ, ഏത് വ്യക്തിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിലും ചോദിക്കാം. അതിന് കൃത്യമായ മറുപടി നമ്മുടെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ ലഭിക്കുക തന്നെ ചെയ്യും. എന്തുകൊണ്ടെന്നാൽ കേരള ഇസ്ലാമിക് ക്ലാസ് റൂം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിക്കൊണ്ടുള്ള ഒരു സംരംഭമാണ്. ഇതിൽ ആധികാരികമായി കൃത്യമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉള്ള ചർച്ചകൾ മാത്രമാണ് നടക്കുക. പിന്നെ ഉമർ മൗലവിയുടെ സൽസബീൽ, അദ്ദേഹത്തിന്റെ സൽസബീൽ ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു പക്ഷേ ബോധം കെട്ട് വീണതാകും. പ്രിയമുള്ള സഹോദര, ഇതാണോ വഹാബിസം? ഒരു മനുഷ്യൻ സുജൂദിൽ കിടക്കുന്ന രൂപം നമുക്കറിയാമല്ലോ. ഈ സുജൂദിൽ കിടക്കുന്ന രൂപം നമുക്ക് സുജൂദ് ചെയ്ത് പരിചയമുള്ള ആളുകളല്ലേ. ഒരു മനുഷ്യൻ ബോധം കെട്ടാൽ ഈ സുജൂദിൽ കിടക്കുന്ന രൂപത്തിലാണോ കിടക്കുക? അത് വലിയൊരു തമാശയായിട്ടുണ്ടത്. ഒരു മനുഷ്യൻ ബോധം കെട്ട് വീണ മനുഷ്യൻ, നിസ്കരിക്കുന്ന മനുഷ്യൻ സുജൂദ് ചെയ്യുന്ന ആ രൂപം നമുക്കറിയാമല്ലോ. ബോധം കെട്ട് കിടക്കുന്ന മനുഷ്യൻ എങ്ങനെയാണ്, ബോധം കെട്ട് വീഴ്ന്ന് കിടക്കുന്ന മനുഷ്യൻ എങ്ങനെയാണ് ഒരു സുജൂദിന്റെ രൂപത്തിൽ, സുജൂദ് ചെയ്യുന്ന മനുഷ്യന്റെ ആ രൂപത്തിൽ കിടക്കുക? അതേതായിരുന്നാലും അത് വഹാബികൾക്ക് മാത്രമേ തിരിയൂ. അത് വഹാബികൾക്ക് മാത്രമേ അത് മനസ്സിലാവൂ. യഥാർത്ഥത്തിൽ ഇതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, സൽസബീൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞപ്പോൾ അദ്ദേഹം അതിന്റെ മുന്നിൽ പെട്ടുപോയതാ. ഇനി അതിന്റെ മുമ്പും ശേഷവും വായിക്കണം, എന്നാൽ അതിൽ കൃത്യമായിക്കൊണ്ട് പറയുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഞാൻ ബഹുമാനപ്പെട്ട KP ഫൈസൽ എന്ന സഹോദരനെ വളരെ മാന്യമായിക്കൊണ്ട് എല്ലാ നിലക്കുമുള്ള ബഹുമാനങ്ങളും ആദരവുകളും മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട KP ഫൈസൽ സാഹിബിനെ ഞാൻ വെല്ലുവിളിക്കുന്നു. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ആ സൽസബീലിന്റെ ആദ്യ ഭാഗങ്ങളും ശേഷമുള്ള ഭാഗങ്ങളും ഇതിന് എതിരായിക്കൊണ്ടൊരു പരാമർശമുണ്ട് എന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ അത് നിങ്ങൾ വായിക്കുക. അതല്ലെങ്കിൽ ആ ഭാഗം നിങ്ങൾ തെളിയിക്കുക. അല്ല, നിങ്ങൾക്ക് ആ സംഗതി അറിയില്ല എന്ന് പറയുക, ബാക്കി ഞാൻ വായിച്ചു തരാം. അതുകൊണ്ട് ആളുകൾക്ക് കേൾക്കാൻ കഴിയുന്ന രീതിയിലുള്ള വിശദീകരണങ്ങൾ മാത്രം നൽകുക. അതല്ലെങ്കിൽ
വഹാബീസത്തിന്റെ ആ എപ്പോഴും നാം പറയാറുള്ള ആ പാപ്പരത്തങ്ങളായിരിക്കും ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവുക. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അദ്ദേഹം ഉമർ മൗലവി പറഞ്ഞത് സുജൂദിൽ കിടക്കുന്ന മനുഷ്യനെ കുറിച്ചല്ല, സുജൂദിൽ കിടക്കുമ്പോൾ ഒരു പക്ഷേ ബോധം കെട്ട് ബോധം നഷ്ടപ്പെട്ടുകൊണ്ട് വീണ് കിടക്കുന്ന മനുഷ്യനായിരിക്കാം എന്നാണ് ഫൈസൽ സാഹിബ് പറഞ്ഞത്. ഇവിടെയാണ് നമുക്ക് മനസ്സിലാവാത്തതും അറിയേണ്ടതും. ഇതാണ് നമുക്കറിയേണ്ടത്. ബോധം കെട്ട് കിടക്കുന്ന മനുഷ്യൻ, ബോധം കെട്ട് വീണ് കിടക്കുന്ന മനുഷ്യൻ എങ്ങനെയാണ് സുജൂദ് ചെയ്യുന്ന രൂപത്തിൽ കിടക്കുക? അതേതായിരുന്നാലും വഹാബികൾക്ക് മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് ഫൈസൽ സാഹിബ് ആ കാര്യം ഒന്ന് വിശദീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനുവേണ്ടി ഫൈസൽ സാഹിബിന് വേണ്ടി ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. ഫൈസൽ സാഹിബ് മൈക്കെടുത്ത് ഈ കാര്യം ഒന്ന് വിശദീകരിച്ചതിന് ശേഷം, ഞാനിവിടെ മൈക്ക് വിട്ടത് ബോധം കെട്ട് വീണ് കിടക്കുന്ന മനുഷ്യൻ സുജൂദിന്റെ രൂപത്തിൽ കിടക്കുന്നത് എങ്ങനെയാണ് എന്നൊന്ന് വിശദീകരിക്കണം. അതിന് ഫൈസൽ സാഹിബ് മൈക്കെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ മൈക്ക് വിട്ടിരുന്നത്. അത് എന്റെ ശ്രോതാക്കൾ കേട്ടിട്ടുണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. അത് ഫൈസൽ സാഹിബ് ഉണ്ടെങ്കിൽ അതൊന്ന് വിശദീകരിക്കണം. എനിക്കറിയേണ്ടുന്ന വിഷയം സുജൂദിന്റെ രൂപം. നാം എല്ലാവരും നിസ്കരിക്കുന്നവരാണല്ലോ. എങ്ങനെയാണ് സുജൂദ് എന്നുള്ളത് അറിയാമത്. അപ്പൊ സുജൂദിൽ കിടക്കുന്ന മനുഷ്യൻ ഒരു പക്ഷേ ബോധം കെട്ട് വീണ് കിടക്കുന്ന മനുഷ്യനാവാം എന്ന് പറയുമ്പോ, ഈ ബോധം കെട്ട് വീണ് കിടക്കുന്ന മനുഷ്യൻ സുജൂദിന്റെ രൂപത്തിലാകുമ്പോ, പ്രിയമുള്ള സഹോദരന്മാരെ, ഇങ്ങനെയുള്ള ബഡായി അതല്ലെങ്കിൽ പാപ്പരത്തങ്ങൾ, അതെ കഥയില്ലാത്ത വർത്താനങ്ങൾ, ഇതൊക്കെ പറയുന്ന ആളുകളുടെ പേരാണ് വഹാബി. അവരുടെ സംഘടനയുടെ പേരാണ് വഹാബിസം എന്നുള്ളത്. ഫൈസൽ സാഹിബോ അതല്ലെങ്കിൽ ആ ആശയങ്ങൾ വിശ്വസിക്കുന്ന ആരെങ്കിലും നമ്മുടെ റൂമിലുണ്ടെങ്കിൽ മൈക്കെടുക്കണം, അത് വിശദീകരിക്കണം. ഫൈസൽ സാഹിബ് നമ്മുടെ റൂമിലുണ്ടോ? അയാൾ പോയി എന്ന് പറയുന്നുണ്ട്. നമ്മുടെ റൂമിലുണ്ടോ കെ പി ഫൈസൽ? ഇല്ല. എന്നാ ശരി, ഇൻഷാ അല്ലാഹ് മറ്റു ചർച്ചയിലേക്ക് നമുക്ക് കടക്കാം. അസ്സലാമു അലൈക്കും. ഉസ്താദിനോട് ചോദ്യം ചോദിക്കണേ. പിന്നെ റമദാനില് നമ്മള് നിയ്യത്ത് വെക്കൂലേ, റമദാൻ നാളത്തെ നോമ്പിനെ എന്ന് പറഞ്ഞിട്ട് ഇശാക്ക് ശേഷം നമ്മള് നിയ്യത്ത് വെക്കുന്ന സമയത്ത് നാളെ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് അന്നത്തെ ദിവസത്തെയാണല്ലോ. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം എന്നുള്ളത് ഒരു സംശയം തീർക്കാൻ സാധിക്കുമോ? ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒത് എന്ന വാക്കിന് സാധാരണ നാം മലയാള ഭാഷയിൽ ലളിതമായിക്കൊണ്ട് പറയുന്ന പരിഭാഷയാണ് നാളെ എന്നുള്ളത്. ഇത് പൊതുവെ അറബ് ഭാഷയെ മലയാളം കൊണ്ട് വിവർത്തനം ചെയ്യുമ്പോൾ സംഭവിക്കുന്ന അബദ്ധങ്ങളിൽപ്പെട്ട ഒരു സംഗതിയാണിത്. പലപ്പോഴും വളരെ വിശാലമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന അറബ് ഭാഷയുടെ അത്ര തന്നെ വിശാലമല്ലാത്ത സമ്പൂർണമല്ലാത്ത മലയാള ഭാഷ കൊണ്ട് പരിഭാഷപ്പെടുത്തുമ്പോൾ സംഭവിക്കാറുള്ള പല അബദ്ധങ്ങളും, അതിനെ തുടർന്നുണ്ടാകുന്ന ചില തെറ്റിദ്ധാരണകൾ, ആ രൂപത്തിൽ മാത്രമേ നമുക്കിതിനെ കാണേണ്ടതുള്ളൂ. കാരണം ഒത് എന്ന വാക്കിന് സാധാരണ ലളിതമായിക്കൊണ്ട് നാം നാളെ എന്നർത്ഥം വെക്കും. പക്ഷേ ഒത് എന്ന വാക്കിന് ശേഷം വരാനിരിക്കുന്ന പകൽ എന്നർത്ഥം അറബ് ഡിക്ഷണറികളിൽ നമുക്ക് കാണാൻ കഴിയും. ശേഷം വരാനിരിക്കുന്ന പകൽ, അതുപോലെ തന്നെ ശേഷം വരാനിരിക്കുന്ന ദിവസം എന്നും ഒത് എന്ന വാക്കിന് അർത്ഥമുണ്ട്. ഇത് അറബ് ഭാഷയുടെ വിശാലതയാണ്, മലയാള ഭാഷയുടെ കുറവുമാണ്. അപ്പൊ യഥാർത്ഥത്തിൽ വളരെ വിശാലമായി കിടക്കുന്ന സമ്പൂർണമായി കിടക്കുന്ന അറബ് ഭാഷയെ മലയാളം കൊണ്ട് വിവർത്തനം ചെയ്യുമ്പോൾ സംഭവിക്കാറുള്ള ചില കുറവുകളിൽപ്പെട്ട, ഭാഷയുടെ പരിമിതികളിൽപ്പെട്ട ഒരു പരിമിതിയാണിത്. യഥാർത്ഥത്തിൽ ഒത് എന്നുള്ളതിന് ശേഷമുള്ള ദിവസം എന്നർത്ഥമുണ്ട്, ശേഷം വരാനിരിക്കുന്ന പകല് എന്നർത്ഥമുണ്ട്. ഇത് കിതാബു സൗമിൽ നമ്മുടെ ഫിഖ്ഹിന്റെ കിതാബുകളെല്ലാം വിശദീകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഹാഷിയത്തുൽ ബാജൂരി, അതുപോലെ തന്നെ ഹാഷിയത്തുൽ ജമൽ, ഇതെല്ലാം ഈ സംഗതി വിശദീകരിക്കുന്നുണ്ട്. ഉസ്താദിനോട് ചോദിക്കാനുള്ളത് തവസ്സുലും ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം. ഉസ്താദ് DC ആയോ? തവസ്സുല് എന്ന് പറഞ്ഞ ഉസ്താദ് ഇടതേടി പ്രാർത്ഥിക്കുക, ഇസ്തിഗാസയും അതുപോലെ തന്നെയാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇപ്പോ ഇസ്തിഗാസ എന്ന് പറഞ്ഞ സഹായം തേടുക, ഇപ്പൊ മമ്പർത്ത് തങ്ങളെ കാക്കണേ എന്ന് പറയുമ്പോ മമ്പർത്ത് തങ്ങൾ ചെയ്ത ഒരുപാട് നല്ല കാര്യങ്ങളെ
ആ തവസ്സുലിന്റെ അതേ രൂപത്തിൽ മുമ്പത്തെ തങ്ങൾ ചെയ്ത ഒരുപാട് നല്ല കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവെ ഞങ്ങളെ നീ സഹായിക്കണമേ എന്നാണോ, അതോ ഇസ്തിഗാസയും തവസ്സുലും വെവ്വേറെ തന്നെയുണ്ടോ എന്ന് അത് കാരണം തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളുണ്ട്. തവസ്സുലിന്റെ ഭാഗം തന്നെയാണ് ഇസ്തിഗാസ എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഒരു സത്യാവസ്ഥ ഒന്ന് അറിഞ്ഞാൽ എനിക്കിതിനെ കുറിച്ച് വിഷയത്തെ കുറിച്ച് കൂടുതൽ അറിയില്ല, അതുകൊണ്ട് ചോദിച്ചതാണ്. ഇസ്തിഗാസയും തവസ്സുലും തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസം ഒന്ന് പറഞ്ഞു തന്നാൽ. ഇപ്പൊ ഇസ്തിഗാസ തന്നെ തവസ്സുലാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പൊ അതൊന്ന് കേൾക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അള്ളാഹു ഉസ്താദിന്റെ ക്ലാസ്സുകൾ എന്നും കേൾക്കാനും അതിൽ നിന്ന് കാര്യം ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട നമ്മുടെ ക്ലാസ് റൂമിന്റെ സജീവ പ്രവർത്തകനും നമ്മുടെ അഡ്മിനും കൂടിയായ ജാഫർ വില്ലന്റെ സംശയം നാം കേട്ടല്ലോ. അതിന് മറുപടി അതിന്റെ വിശദീകരണത്തിന് മുമ്പായിക്കൊണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ ക്ലാസ് റൂമിലുള്ള മുഴുവൻ ശ്രോതാക്കളെയും അറിയിക്കാനുള്ള ഒരു കാര്യം, നമ്മുടെ ക്ലാസ് റൂമിൽ ഒരു പരസ്യം, മലയാളം ക്ലാസ് റൂമിന്റെ ഒരു പരസ്യം കണ്ടിരുന്നു. ജാറങ്ങളെ കുറിച്ച് എന്തോ സമസ്ത അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പരസ്യം. ഏതായിരുന്നാലും അങ്ങനെ പരസ്യം ചെയ്തു വിടുമ്പോ അതല്ലെങ്കിൽ ജാറങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോ പ്രിയപ്പെട്ട മുജാഹിദ് സുഹൃത്തുക്കളെ, നിങ്ങൾ മടവൂര് ജാറത്തെക്കുറിച്ചും മമ്പുറം ജാറത്തെക്കുറിച്ചും അതുപോലെ തന്നെ പുത്തമ്പള്ളി ജാറത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ വഹാബികളുടെ അപ്പോസ്തലൻ, അവരുടെ എല്ലാമായ വഹാബികളുടെ വഴികാട്ടിയാകുന്ന, വഹാബികളുടെ ആശയ സ്രോതസ്സാകുന്ന സാക്ഷാൽ ഇബ്നു തൈമിയ, ആ ഇബ്നു തൈമിയക്ക് ഡമസ്കസിൽ മനോഹരമായ ജാറമുണ്ട്, മനോഹരമായ ജാറം. ആ ജാറത്തെക്കുറിച്ച് കൂടി ഒന്ന് വിശദീകരിക്കുകയാണെങ്കിൽ വളരെ നന്നായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിക്കൊണ്ട് മുജാഹിദ് ക്ലാസ് റൂമിന്റെ സൂപ്പർ അഡ്മിനിമാരും അതിലും വലിയ അഡ്മിനിമാരുമെല്ലാം തന്നെ പല സംഗതികളുമായി, പല ഇബാറത്തിന്റെ തുണ്ടുകളുമായി നമ്മുടെ റൂമിൽ വരികയും അവസാനം സമർത്ഥമായി മുങ്ങുകയും ചെയ്ത സംഗതി. അതുകൊണ്ട് 3000 ചില്ലാനം ജാറങ്ങളെക്കുറിച്ച് വഹാബികൾ ചർച്ച ചെയ്യുന്നു എന്നാണ് പരസ്യത്തിൽ കാണുന്നത്. ഏതായിരുന്നാലും ആ 3000 ജാറത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ 3001 നമ്പർ ജാറമായിക്കൊണ്ടെങ്കിലും നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങളുടെ അപ്പോസ്തലനാകുന്ന, നിങ്ങളുടെ സൂപ്പർ നേതാവാകുന്ന, നിങ്ങളുടെ ആശയ സ്രോതസ്സും നിങ്ങളുടെ മുർഷിദും വഴികാട്ടിയുമാകുന്ന സാക്ഷാൽ ഇബ്നു തൈമിയക്ക് അദ്ദേഹത്തിന്റെ അനുയായികൾ അഥവാ വഹാബികൾ, സലഫികൾ ഡമസ്കസിൽ ജാറമുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഏതൊരാളും നെറ്റിൽ പരിശോധിച്ചാൽ, സെർച്ച് ചെയ്താൽ ആ ജാറത്തിന്റെ ഫോട്ടോ കാണാൻ കഴിയും. അത് പണ്ട് കാലത്തുള്ളതല്ല, ഇന്നും നിലനിൽക്കുന്ന ജാറമാണത്. മാത്രമല്ല റദ്ദുൽ വാഫിർ എന്ന പേരിൽ വഹാബികളാൽ രചിക്കപ്പെട്ട ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥവും നെറ്റിൽ സെർച്ച് ചെയ്താൽ കാണാൻ സാധിക്കും, ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. അതിന്റെ 26ാമത്തെ പേജിൽ ഇബ്നു തൈമിയയുടെ ജാറത്തിന്റെ ഒരു കറാമത്ത് പറയുന്നുണ്ട്. ആ കറാമത്തിനെ കുറിച്ച് കൂടി 3002 നമ്പർ ആയിക്കൊണ്ട് നിങ്ങളൊന്ന് വിശദീകരിക്കണം. ഏതായിരുന്നാലും സുന്നികളുടെ 3000 ജാറത്തെക്കുറിച്ച് നിങ്ങൾ വിശദീകരിച്ചോ, 3001 നമ്പർ ആയിക്കൊണ്ട് ഇബ്നു തൈമിയയുടെ ജാറത്തെക്കുറിച്ച് വിശദീകരിക്കുക. ഇബ്നു തൈമിയയുടെ മനോഹരമായ ജാറം, ചെറിയ ജാറമൊന്നുമല്ല, മനോഹരമായ ജാറം. ജാറം ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, പല സ്റ്റെപ്പുകളായിക്കൊണ്ടാണ് ആ ജാറമുള്ളത്. ചുറ്റുഭാഗത്തും ആളുകൾ തിക്കും തിരക്കും കൂട്ടാതിരിക്കാൻ വേണ്ടി നല്ല, നമ്മുടെ ഇപ്പോൾ ഉള്ളാളം മക്ബറയിലെല്ലാം ഉള്ളതുപോലെ നല്ല ഗ്രില്ല് കൊണ്ട് മറയും ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല റദ്ദുൽ വാഫിർ എന്ന ഗ്രന്ഥത്തിൽ ഇബ്നു തൈമിയയുടെ ജാറത്തിന്റെ ഒരു കറാമത്ത് പറയുന്നുണ്ട്. അതായത് ആ ജാറത്തിന്റെ ചുറ്റുഭാഗത്തുമുള്ള പൊടിമണ്ണ് എടുത്തുകൊണ്ട് കണ്ണു രോഗത്തിന് ഔഷധമായിക്കൊണ്ട് ഉപയോഗിക്കാറുണ്ട്. ഇതാണ് റദ്ദുൽ വാഫിർ എന്ന് പറയുന്ന വഹാബികളെ രചിക്കപ്പെട്ട ഇബ്നു തൈമിയയുടെ കറാമത്ത് വിശദീകരിക്കുന്ന ഗ്രന്ഥത്തിലുള്ളത്. ഏതായിരുന്നാലും മലയാളം ക്ലാസ് റൂമിൽ ഞങ്ങളുടെ ജാറങ്ങളെക്കുറിച്ചും മഹാന്മായ ഔലിയാക്കന്മാരുടെ മഖബറകളെക്കുറിച്ചും നിങ്ങൾ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ ഇബ്നു തൈമിയയുടെ ജാറത്തെക്കുറിച്ചും ഇബ്നു തൈമിയയുടെ ജാറത്തിനുള്ള കറാമത്തിനെ കുറിച്ച് നിങ്ങളൊന്ന് വിശദീകരിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഉസ്താദെ ഫോട്ടോ ഉണ്ടോന്ന്? ഇത് ഫറൂഖ് കോളേജിൽ അബുസബാഹ് മൗലവിന്റെ ഖബറിനെ കുറിച്ച് പറഞ്ഞപ്പോഴും ഫോട്ടോ ഉണ്ടോ ചോദിച്ചിരുന്നു. ഏതായിരുന്നാലും അബുസബാഹ് മൗലവിന്റെ ഖബർ നമ്മുടെ ഫറൂഖ് കോളേജിന്റെ മുന്നിൽ പോയ ഏതൊരാൾക്കും കാണാൻ കഴിയുന്ന കാര്യമാണ്, ഏതൊരാൾക്കും കാണാൻ കഴിയും. അപ്പൊ അബു ഇഹ്സാൻ എന്ന മലയാളം ക്ലാസ് റൂമിന്റെ സൂപ്പർ നേതാവ് വന്നുകൊണ്ട് അതിനെ നിഷേധിച്ചിരുന്നു.
അവസാനം അവർ മുങ്ങുകയും ചെയ്തിരുന്നു. അതായത് ഫറൂഖ് കോളേജിൽ റൗദത്തുൽ ഉലൂം അറബിക് കോളേജിന്റെ മുന്നിൽ സിമന്റ് തേക്കാൻ പാടില്ല ജാറത്തിന് ഖബറിന് മുകളിൽ എന്ന് ഏത് വഹാബികളും പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്യുന്ന കാര്യമാണ്. കല്ലുകൊണ്ട് പടുക്കാൻ പാടില്ല എന്ന് വഹാബികൾ എല്ലാവരും പറയാറുള്ള കാര്യമാണ്. എന്നാൽ റൗദത്തുൽ ഉലൂം അറബിക് കോളേജിന്റെ മുമ്പിലുള്ള അബുസബാഹ് മൗലിയുടെ ഖബർ മനോഹരമായി കല്ല് വെച്ച് പടുക്കുകയും സിമന്റും മണലും ഉപയോഗിച്ചുകൊണ്ട് തേച്ച് വൃത്തിയാക്കുകയും എത്രത്തോളം മീസാൻ കല്ല് വരെ തേച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. അബു ഇഹ്സാൻ മൗലവി നമ്മുടെ റൂമിൽ വന്നുകൊണ്ട് പച്ച കളവാണ് എന്നൊക്കെ പറഞ്ഞ് ആണ് തടി തപ്പ ചെയ്തത്. പക്ഷെ കളവാണെന്ന് പറഞ്ഞ് വെറുതെ കണ്ണ് ചിമ്മി ഇരുട്ടാക്കിയാൽ അത് കണ്ണ് ചിമ്മിയവർക്ക് മാത്രമേ ഇരുട്ട് അനുഭവപ്പെടൂ എന്നുള്ളത് അതിന്റെ ആളുകളൊക്കെ മനസ്സിലാക്കും നല്ലതാണ്. അതുകൊണ്ട് ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഹലോ. ഞാനൊരു സുന്നത്ത് ജമാഅത്തിന്റെ ഉറച്ച പ്രവർത്തകനാണ്. അപ്പൊ എനിക്ക് കുറെ ദിവസങ്ങളിലായിട്ട് എന്റെ മനസ്സിൽ ഉൾക്കൊള്ളുന്ന ഒരു സംശയമാണ്. ഇത് ചോദിക്കുന്നതുകൊണ്ട് ദയവായി എന്റെ മുജാഹിദ് പ്രവർത്തകര് തെറ്റിദ്ധരിക്കരുത്. കാരണം ഞാൻ ചില ആളുകളിൽ നിന്നും, അത് സാധാരണ, അതായത് പണ്ഡിതന്മാരിൽ നിന്നല്ല, സാധാരണ ചില ആളുകളിൽ നിന്നൊക്കെ ഞാൻ കേൾക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ പ്രസ്ഥാനികള് സലാം പറഞ്ഞാല് നമുക്കത് മടക്കണമെന്ന് നിർബന്ധമില്ല എന്ന് പല സ്ഥലങ്ങളിലായി ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്കതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും ഞാൻ ആരോടും സംശയം ചോദിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഒരു സദസ്സായതുകൊണ്ട് ഞാൻ ഉസ്താദിനോട് ചോദിക്കുകയാണ്, ഇത് യഥാർത്ഥത്തിൽ എന്താണ് ഇതിന്റെ ഈ പ്രസ്ഥാനികൾ നമ്മളോട് സലാം പറഞ്ഞാൽ അത് മടക്കണോ അതോ മടക്കേണ്ടതില്ല എന്നതിനെ കുറിച്ച് ഉസ്താദ് എനിക്കൊന്ന് അതിന്റെ സംശയം ഒന്ന് ഇപ്പൊ തീർത്തു തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു ഈ സദസ്സ് ഒരു സ്വാലിഹായ സൽക്കർമ്മമാക്കി സ്വീകരിക്കട്ടെ എന്ന് കൂടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ DC ആയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഞാനിങ്ങനെ മറ്റേ തവസ്സുൽ ഇസ്തിഹാസയെ കുറിച്ച് ഇങ്ങനെ വിശദീകരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് DC ആയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഏതായിരുന്നാലും ബഹുമാനപ്പെട്ട ഷബീർ ഗൂഡല്ലൂർ, ബഹുമാനപ്പെട്ടവർ മൈക്കെടുത്ത് ചോദിക്കുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു, എന്നെ ഒരിക്കലും ഒരു ബിദ്അയാണെന്ന് മനസ്സിലാക്കരുത് എന്ന്. ഏതായിരുന്നാലും കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ ആർക്കും വരാം, ആർക്കും ചോദിക്കാം, ആശയ സംബന്ധമായി ഏത് കാര്യങ്ങളും ചോദിക്കാം. ഒരിക്കലും മറ്റ് ക്ലാസ് റൂമിലുള്ളതുപോലെ ചോദിക്കുന്ന ആളുകളെ അവരോട് മോശമായിക്കൊണ്ട് അവരുടെ മാന്യതക്കും അതല്ലെങ്കിൽ നമ്മുടെ മാന്യതക്കും നിരക്കാത്ത രീതിയിലുള്ള ഒരു രീതിയും നമ്മുടെ ക്ലാസ് റൂമിൽ ഉണ്ടാവുകയില്ല. ബഹുമാനപ്പെട്ട ഷബീർ ഗൂഡല്ലൂർ അങ്ങനെ പറയാൻ കാരണം ഒരുപക്ഷെ മറ്റു റൂമുകളിൽ നിന്നോ മറ്റു വേദികളിൽ നിന്നോ സദസ്സുകളിൽ നിന്നോ ഉണ്ടായ അതല്ലെങ്കിൽ മറ്റുള്ളവർക്കുണ്ടായ അനുഭവങ്ങളെക്കുറിച്ച് പരിചയമുണ്ടായത് കൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. ഏതായിരുന്നാലും ബിദ്അഇകൾക്ക് സലാം പറയുക, ബിദ്അഇകൾ പറഞ്ഞ സലാം മടക്കുക, ഇത് സംബന്ധമായി നമ്മുടെ കർമ്മശാസ്ത്ര കിതാബുകളിൽ കാണുന്നത് ഇത് രണ്ടും സുന്നത്തുള്ള കാര്യമല്ല. ബിദ്അഇകൾ സലാം പറഞ്ഞാൽ സലാം മടക്കൽ നിർബന്ധമില്ല, ബിദ്അഇകളോട് സലാം പറയൽ സുന്നത്തില്ല എന്നുള്ളതാണ് നമ്മുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹലോ, അസ്സലാമു അലൈക്കും. എന്റെ പേര് ഷൗക്കത്ത് അലി, ജിദ്ദയിൽ നിന്നാണ് വിളിക്കുന്നത്. ആദ്യമായിട്ടാണ് ഒരു സംശയം ഒരാൾ ചോദിച്ച് എന്നോട്, എനിക്കതിന് വ്യക്തമായി ഒന്നും അവനക്ക് മറുപടി കൊടുക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ അതുകൊണ്ടാണ് ചോദിക്കേണ്ടത്. ഉസ്താദിനോടാണ് ചോദിച്ചത്. യാ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് 1000 വട്ടം ഒരാൾ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു വട്ടം. അതിന് എന്തെങ്കിലും പ്രതിഫലം ഉണ്ടോ ആ ഒരു ദിക്റിന്? അതാണ് എന്നോട് ചോദിച്ചത്. അപ്പോ ഉണ്ടെങ്കിൽ എന്താണ് പ്രതിഫലം? അതാ ചോദ്യം. അവൻ ചോദിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിന് പ്രതിഫലമുണ്ട് എന്ന് നസ്സായതിയിൽ വന്ന സ്ഥിതിക്ക് യാ ഷെയ്ഖു യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് നമ്മളൊരുപാട് റാത്തീബിൽ പോയതാണ്, പറഞ്ഞതുമാണ്. ഇതുവരെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അവന്റെ ചോദ്യത്തിൽ നിന്നാണ് പിന്നെ എനിക്കും അങ്ങനെ ഒരു ചിന്ത വന്നു. അപ്പൊ അതിന്റെ ഒരു ഉത്തരം കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ഉണ്ട്. അസ്സലാമു അലൈക്കും. സാധാരണ വഹാബികളാൽ ഉന്നയിക്കപ്പെടുന്ന ഒരു സംശയമാണ്, ഒരു ചോദ്യമാണത്. ഏതായിരുന്നാലും സൽക്കർമ്മങ്ങൾക്ക് അള്ളാഹു കൂടുതലൊന്നും തൗഫീക്ക് കൊടുത്തിട്ടില്ലാത്തൊരു വിഭാഗമാണ് വഹാബി പ്രസ്ഥാനം. സൽക്കർമ്മങ്ങൾക്ക് തൗഫീക്ക് കൊടുത്തില്ല എന്ന് മാത്രമല്ല, സൽക്കർമ്മങ്ങളെ ഉൾക്കൊള്ളുവാനും
അത് ചെയ്യുന്നവർ അംഗീകരിക്കുവാനുമുള്ള ഒരു മിനിമം തൗഫീഖ് പോലും നമ്മുടെ വഹാബികൾക്ക് അള്ളാഹു നൽകിയിട്ടില്ല. യഥാർത്ഥത്തിൽ മുഹീദ്ദീൻ ഷെയ്ഖിനെ കുറിച്ച് അവർ ഒരു മഹാൻ അല്ല എന്ന അഭിപ്രായം നമുക്കാർക്കും ഇല്ലല്ലോ. വഹാബികളുടെ അഭിപ്രായം അങ്ങനെയാണ്. യാ ഷെയ്ഖ് മുഹീദ്ദീൻ എന്ന് പറയുന്നതിന് എന്ത് പ്രതിഫലമുണ്ട്, അതിലെന്ത് ഗുണമാണ് എന്നൊക്കെ വഹാബികൾ പറയുന്നെങ്കിൽ തീർച്ചയായും അതവർ പറയേണ്ടുന്ന വാക്ക് തന്നെയാണ്. യാ ഷെയ്ഖ് മുഹീദ്ദീൻ എന്ന് 1000 വട്ടമോ അതല്ലെങ്കിൽ അരവട്ടമോ പറയുന്നതിന് എന്തു ഗുണം എന്ന് വഹാബികൾ നിഷേധ സ്വഭാവത്തിൽ ചോദിക്കുന്നെങ്കിൽ തീർച്ചയായും ആ ചോദ്യം വഹാബികൾ ചോദിക്കേണ്ടതാണ്. വഹാബികളുടെ പക്കൽ നാം ആ ചോദ്യം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ മുഹീദ്ദീൻ ഷെയ്ഖ് നമ്മൾ വലിയാണെന്ന് നെറ്റ് പ്രോബ്ലം ഇടക്കിടക്ക് ഇങ്ങനെ ഡേസി ആയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കൾ ക്ഷമിക്കണം. അപ്പോ യാ ഷെയ്ഖ് മുഹീദ്ദീൻ എന്ന് പറയുമ്പോൾ അതിനെന്ത് പ്രതിഫലം, അതിലെന്ത് ഗുണം, ഇത് സാധാരണ വഹാബികൾ ചോദിക്കാറുള്ള ചോദ്യമാണ്. മാത്രമല്ല വഹാബികൾ നമ്മുടെ ആളുകളെ ഇത് പറഞ്ഞുകൊണ്ട് അവരെ സംശയം ജനിപ്പിക്കാറുമുണ്ട്. യഥാർത്ഥത്തിൽ വഹാബികളുടെ പക്കൽ നിന്ന് നാം പ്രതീക്ഷിക്കുന്ന ചോദ്യമാണിത്. വഹാബികൾ ഇത് ചോദിക്കണം. വഹാബികൾ ഈ ചോദ്യം ചോദിച്ചിട്ടില്ലെങ്കിൽ അവർ വഹാബി ആവുകയില്ല. എന്തുകൊണ്ടെന്നാൽ മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അവർ മഹാനാകുന്നു, അവർ വലിയാകുന്നു, അവർ കുത്തുബാകുന്നു എന്നെല്ലാമുള്ള വിശ്വാസം അത് നമ്മുടെ സുന്നികളുടെ വിശ്വാസമാണ്. മുജാഹിദുകൾക്ക് മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു കേവലം ഒരു മുഹീദ്ദീനാണ്. മുഹീദ്ദീനാണെന്ന് മാത്രമല്ല, കേരളത്തിലെ തെക്കൻ ഭാഗത്ത് മുമ്പ് കഴിഞ്ഞുപോയ ഹൈന്ദവ പരിഷ്കാരിയായിരുന്ന ഹൈന്ദവ സഹോദരന്മാർ അവരുടെ മതത്തിലെ പരിഷ്കർത്താവായിക്കൊണ്ട് പറയാറുള്ള ശ്രീ ശങ്കരാചാര്യരുടെ അദ്വൈത സിദ്ധാന്തത്തിൽ ആകൃഷ്ടനാവുകയും അതിന്റെ വക്താവായിക്കൊണ്ട് ജീവിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു എന്ന് പച്ച മലയാളത്തിൽ മുജാഹിദുകളുടെ ഔദ്യോഗിക ജിഹ അവരുടെ ഔദ്യോഗിക പത്രം മുഖപത്രം അൽമനാറിൽ എഴുതിയിട്ടുണ്ട്. ഇന്നേ വരെ ഒരു മുജാഹിദും അത് തിരുത്തിയിട്ടില്ല. ഞങ്ങൾക്ക് ആ വാദമില്ല, ഞങ്ങൾ ആ വാദത്തിൽ നിന്ന് പിന്മാറുന്നു എന്ന് ഒരു മുജാഹിദും പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു മുജാഹിദ് സഹോദരൻ ഞങ്ങൾ അങ്ങനെ എഴുതിയിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ എഴുതിയത് തിരുത്തിയിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അവരെ ഞാൻ നമ്മുടെ റൂമിൽ വെച്ചുകൊണ്ട് വെല്ലുവിളിക്കുന്നു അത് തെളിയിക്കാൻ വേണ്ടി. അതുകൊണ്ട് യാ ഷെയ്ഖ് മുഹീദ്ദീൻ എന്ന് വിളിച്ചാൽ എന്തു ഗുണം, അതിലെന്ത് കാര്യം എന്നൊക്കെ വഹാബികൾ ചോദിക്കും. അവർ ചോദിക്കണം. അത് ചോദിച്ചെങ്കിലേ വഹാബിയാകൂ. അതാണ് മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടെന്നാൽ മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹുവിനെ കുറിച്ച് മഹാനാകുന്നു എന്നും കുതുബാകുന്നു എന്നും വലിയാകുന്നു എന്നും എല്ലാം വിശ്വസിക്കുന്ന സുന്നികളാണ്. സുന്നികളല്ലാത്ത വഹാബികൾ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അവറുകളെ കുറിച്ച് ഒരു മുസ്ലിമാണെന്ന് പോലും അംഗീകരിക്കാൻ അവർ തയ്യാറല്ല. ഒരുപക്ഷെ ഇങ്ങനെയെല്ലാം ഉണ്ടോ വഹാബിസത്തിലെന്ന് വഹാബികളും ഒരുപക്ഷെ നമ്മുടെ ആളുകൾ പോലും സംശയിക്കുന്നുണ്ടാവാം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇതും ഇതിലപ്പുറവും വഹാബിസത്തിന്റെ അകത്തുണ്ട്. ഇതുമുണ്ട്, ഇതിലപ്പുറവുമുണ്ട് വഹാബിസത്തിന്റെ അകത്ത്. കാരണം ഞാൻ നേരത്തെ ഒരു വിഷയം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നേരിൽ കാണാൻ കഴിഞ്ഞൊരു വിഷയമാണല്ലോ. ചത്തതിനോടല്ലേ ചോദിക്കുന്നത് എന്ന രൂപത്തിൽ ഒരു സഹോദരൻ ടെക്സ്റ്റ് അടിച്ചു വിട്ടത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉൾപ്പെടെയുള്ള മഹാന്മാരായ ആളുകളെ കുറിച്ചാണല്ലോ അദ്ദേഹം ആ രൂപത്തിൽ എഴുതിയിട്ടുള്ളത്. ആ വഹാബികൾക്ക് അങ്ങനെയുള്ള പരാമർശങ്ങളും അങ്ങനെയുള്ള എഴുത്തുകളും ആ രൂപത്തിൽ വിശ്വസിക്കലും എല്ലാം തന്നെ വഹാബികൾക്ക് യാതൊരു പ്രശ്നവുമില്ലാത്ത കാര്യമാണ്. അപ്പോ മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ഹൈന്ദവ പരിഷ്കർത്താവായിരുന്ന ഹൈന്ദവ സന്യാസിയായിരുന്ന ശ്രീ ശങ്കരാചാര്യരുടെ ശിഷ്യനും അദ്ദേഹത്തിന്റെ അദ്വൈത സിദ്ധാന്തത്തിൽ വിശ്വസിക്കുകയും ചെയ്തിരുന്ന വ്യക്തിയാകുന്നു എന്ന് പറയുന്ന അത് ഔദ്യോഗിക മുഖപത്രത്തിൽ എഴുതിവിട്ട മുജാഹിദുകൾ തീർച്ചയായും യാ ഷെയ്ഖ് മുഹീദ്ദീൻ എന്ന് വിളിക്കുന്നതിൽ എന്ത് ഗുണമാണുള്ളത് എന്ന് ചോദിക്കണം. അത് ചോദിക്കണം തീർച്ചയായും. അങ്ങനെ തീർച്ചയായും ചോദിക്കണം. അപ്പോൾ വഹാബികളുടെ പക്കൽ ആ ചോദ്യം ഉണ്ടാകുന്നു എന്നുള്ളത് സ്വാഭാവികമാണ്. കാരണം ഷെയ്ഖ് അവറുകളെ കുറിച്ച് വഹാബികളുടെ ധാരണ ഇങ്ങനെയാണ്. ഇനി നമുക്ക് നമ്മുടെ കാര്യം പറയാം. പരിശുദ്ധ ഖുർആൻ ധാരാളം സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ് മഹാന്മാരായ ആളുകളെ സ്മരിക്കുവാനും അവരെക്കുറിച്ച് പറയുവാനും. വദ്കുർ ഫിൽ കിതാബ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട അമ്പിയാക്കന്മാരെ കുറിച്ച് ധാരാളം സ്ഥലങ്ങളിൽ അവരെ നിങ്ങൾ സ്മരിക്കൂ, അവരെ നിങ്ങൾ ഓർക്കൂ എന്ന് വിശുദ്ധ ഖുർആൻ ധാരാളം സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. ആ മഹാന്മാരായ ആളുകളെ സ്മരിക്കുക, നല്ലവരെ കുറിച്ച് പറയുക, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രോത്സാഹിപ്പിച്ച കാര്യമാണ്, പരിശുദ്ധ ഖുർആൻ കൽപ്പിച്ച കാര്യമാണ്. ആ നിലക്ക് അള്ളാഹുവിന്റെ വലിയാകുന്ന ആലിമാകുന്ന സൂഫിയാകുന്ന കുതുബാകുന്ന മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് ഉച്ചരിക്കുന്നത് തന്നെ
സൽക്കരമാകുന്നു എന്നതാണ് നമുക്ക് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് തെളിവുകളും പ്രമാണങ്ങളും ആവശ്യമാണെങ്കിൽ ബഹുമാനപ്പെട്ട ശ്രോതാക്കൾ മൈക്കെടുക്കണം, ചോദിക്കണം. പ്രസക്തമായ വിഷയങ്ങളും സംസാരങ്ങളും ഇല്ല എങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ചർച്ച അവസാനിപ്പിക്കുകയും ചെയ്യാം. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഹലോ, ഉസ്താദിന്റെ സുഹൃത്തിന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഇതാ ഇഹ്യാ ഉലൂമുദ്ദീനില് റജബ് മാസത്തില് ആദ്യത്തെ ഫ്രൈഡേ നൈറ്റില് 12 റക്അത്ത് നിസ്കാരം, അതുപോലെ ബറാത്ത് രാവിലെ 100 റക്അത്ത് നിസ്കാരം എന്നിങ്ങനെ കണ്ടിരുന്നു. പക്ഷെ ഫത്തുൽ മോയിന്റെ പരിഭാഷ നോക്കിയപ്പോൾ ഇതൊക്കെ പടച്ചുണ്ടാക്കിയതാണെന്നും അതുമായി വന്നിട്ടുള്ള ഹദീസ് ശരിയല്ല എന്നും കണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് സംശയം ഒന്ന് ദൂരീകരിച്ചാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പലപ്പോഴും നമ്മുടെ സുഹൃത്തുക്കൾക്ക് സംശയമുണ്ടാവാറുള്ള, ആശങ്കയുണ്ടാവാറുള്ള ഒരു വിഷയമാണത്. യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ ഇഹ്യാ ഉലൂമുദ്ദീനിന്റെ സ്ഥിതിയും അതുപോലെ തന്നെ ഷാഫി മദ്ഹബിലെ പ്രശസ്ത കർമ്മശാസ്ത്ര ഗ്രന്ഥമാകുന്ന ഫിഖ്ഹ് ഗ്രന്ഥമാകുന്ന ഫത്ഹുൽ മുഈനിന്റെ സ്ഥിതിയും വേണ്ടതുപോലെ മനസ്സിലാക്കാത്തത് കൊണ്ട് സംഭവിക്കുന്ന ഒരു പെശകാണത്, ഒരു ധാരണയാണത്. എന്തുകൊണ്ടെന്നാൽ ഒരു മാസത്തിൽ, ഒരു ദിവസത്തിൽ, ഒരു പ്രത്യേകമായ ടൈമിൽ ഒരു നിസ്കാരമുണ്ടോ ഇല്ലേ, അതല്ലെങ്കിൽ ഒരു നിസ്കാരമുണ്ടെങ്കിൽ ആ നിസ്കാരത്തിന്റെ രൂപം, അതിന്റെ രീതി എങ്ങനെയാണ്, ഇതെല്ലാം തന്നെ കർമ്മശാസ്ത്ര വിഷയങ്ങളാണ്. ഓരോ സംഗതിക്കും അതിന്റെ ആളുകളെ സമീപിക്കുക എന്ന ഒരു പൊതു തത്വമുണ്ടല്ലോ. ഇത് ദീൻ വിഷയത്തിൽ മാത്രമല്ല, ഏത് കാര്യങ്ങളിലും ഉള്ളതാണ്. ഓരോ കാര്യങ്ങളിലും അതിന്റെ ആളുകളെ സമീപിക്കുക എന്നുള്ളത് ഒരു പൊതു തത്വമാണ്. അപ്പൊ കർമ്മശാസ്ത്ര വിഷയമായതുകൊണ്ട് തന്നെ കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ നാം തീർപ്പ് കൽപ്പിക്കേണ്ടത്, തീർപ്പ് പറയേണ്ടത്, മനസ്സിലാക്കേണ്ടത് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നിന്നാണ്. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഷാഫിഈ മദ്ഹബിലെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽപ്പെട്ട ഏറ്റവും പ്രമുഖരാണ്, മുതഖദ്ദിമീങ്ങളിൽപ്പെട്ടവരാണ്. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വഴിയല്ലാതെ ഷാഫിഈ ഫിഖ്ഹ് സമ്പൂർണ്ണമാകുന്നില്ല. ബഹുമാനപ്പെട്ട ഇമാം ഗസാലിയെ മാറ്റി നിർത്തിയാൽ ഷാഫിഈ ഫിഖ്ഹ് എന്നൊരു സംഗതി ഇല്ല. അപ്പൊ ഷാഫിഈ ഫിഖ്ഹിൽ ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ പങ്ക് നിസ്തുലമാണ്, അവർ അവിഭാജ്യ ഘടകമാണ്. അവർ വഴിയല്ലാതെ ഷാഫിഈ ഫിഖ്ഹ് സമ്പൂർണ്ണമാകുന്നില്ല. ഇതൊക്കെ ചില ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫിഖ്ഹ് ഗ്രന്ഥങ്ങളായിക്കൊണ്ട് പല കിതാബുകളും രചിച്ചിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശസ്തമായ ഗ്രന്ഥമാകുന്ന ഇഹ്യാ ഉലൂമുദ്ദീൻ അവർ രചിച്ചിട്ടുള്ളത് കർമ്മശാസ്ത്ര മസ്അലകൾ പഠിപ്പിച്ചു കൊടുക്കുവാനോ കർമ്മശാസ്ത്ര വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവസാന വാക്ക് പറയുവാനോ അല്ല. നമുക്കറിയാമല്ലോ, അത് തസൗഫിന്റെ ഗ്രന്ഥമാണ്. തസൗഫിന്റെ ഗ്രന്ഥത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലാണ് ഇഹ്യാ ഉലൂമുദ്ദീൻ രചിക്കപ്പെടുന്നത്. ഇഹ്യാ ഉലൂമുദ്ദീന്റെ മുന്നിലുള്ള ലക്ഷ്യം തസൗഫാണ്. തസൗഫ് എന്ന വിഷയത്തിലായിക്കൊണ്ടാണ് ഇഹ്യാ ഉലൂമുദ്ദീൻ രചിക്കപ്പെടുന്നത്. എന്നാൽ ഫത്ഹുൽ മുഈൻ ആകട്ടെ തസൗഫിന്റെ ഗ്രന്ഥമല്ല, 100% അത് ഒരു കർമ്മശാസ്ത്ര ഗ്രന്ഥമാണ്. അപ്പോൾ ഓരോ വിഷയങ്ങൾക്കും അതാതിന്റെ ആളുകളെ സമീപിക്കുക എന്ന തത്വം വെച്ച് നാം സമീപിക്കുമ്പോൾ ഇങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങൾ നമുക്ക് വരികയില്ല. ഇനി ഒന്നുകൂടി നമുക്ക് ഈ വിഷയം വിശദീകരിക്കാം. അതായത് കർമ്മശാസ്ത്രത്തിന്റെ മുന്നിൽ ഒരു മാനദണ്ഡമുണ്ട്, തസൗഫിന്റെ മുന്നിൽ മറ്റൊരു മാനദണ്ഡമാണുള്ളത്. ഈ രണ്ട് മാനദണ്ഡങ്ങളും ഒരു പക്ഷേ യോജിച്ചില്ലെന്ന് വരാം. ഈ രണ്ട് മാനദണ്ഡങ്ങളും യോജിക്കുന്നില്ല എന്നുള്ളത് യഥാർത്ഥത്തിൽ ആ രണ്ട് തത്വങ്ങളെക്കുറിച്ചും രണ്ട് വിജ്ഞാന ശാഖകളെക്കുറിച്ചും വേണ്ടതുപോലെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. കാരണം രണ്ടും രണ്ട് റൂട്ടിലുള്ളതാണ്, രണ്ടും രണ്ട് രീതിയിലാണ് രണ്ടിന്റെയും സമീപനങ്ങൾ. അതുകൊണ്ട് തന്നെ ഫത്ഹുൽ മുഈനും ഇഹ്യാ ഉലൂമുദ്ദീനും തമ്മിൽ വൈരുദ്ധ്യം വരുന്നല്ലോ എന്ന വിഷയം തന്നെ പ്രസക്തമല്ല. അപ്പൊ കർമ്മശാസ്ത്ര വിഷയങ്ങൾ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കുക, തസൗഫിന്റെ വിഷയങ്ങൾ തസൗഫിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കുക. ഈ രീതിയിൽ നാം സമീപിക്കുമ്പോൾ ഇത്തരം വൈരുദ്ധ്യങ്ങളൊന്നും തന്നെ ഉണ്ടാവുകയില്ല. മാത്രമല്ല, ഫത്ഹുൽ മുഈൻ വരുന്നത് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമിയിലൂടെ, സക്കരിയൽ അൻസാരിയിലൂടെ, ഇമാം നഅവി റാഫി റളിയല്ലാഹു അൻഹും ഇവരിലൂടെയാണ്. ഇവർക്ക് ഫിഖ്ഹ് ലഭിക്കുന്നതോ ബഹുമാനപ്പെട്ട ഇമാം ഗസാലി, ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു അൻഹും വഴിയായിക്കൊണ്ടാണ്. അപ്പൊ തീർച്ചയായും ഷാഫിഈ മദ്ഹബിലെ ഫിഖ്ഹിൽ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിഭാജ്യ ഘടകമാണ്. പക്ഷേ ബഹുമാനപ്പെട്ട ഇമാം ഗസാലിയുടെ
ഏറ്റവും പ്രസിദ്ധമായ ഗ്രന്ഥമാകുന്ന ഇഹ്യാ ഉലൂമുദ്ദീൻ അത് ഷാഫിഈ ഫിഖ്ഹ് മനസ്സിലാക്കി തരുവാൻ വേണ്ടിയോ ഷാഫിഈ മദ്ഹബിലെ മസ്അലകൾ ചർച്ച ചെയ്യാൻ വേണ്ടിയോ ഉണ്ടാക്കിയ ഗ്രന്ഥമല്ല. അത് തസൗഫിന്റെ ഗ്രന്ഥമാണ്. തസൗഫിന്റെ ഗ്രന്ഥമാകുമ്പോൾ തസൗഫിന്റെ ലൈൻ, അതിന്റെ റൂട്ട്, അതിന്റെ മാനദണ്ഡങ്ങൾ, ആ രീതിയിലായിരിക്കും അതിന്റെ സമീപനങ്ങൾ. ഒന്ന് കർമ്മശാസ്ത്രം, മറ്റൊന്ന് തസൗഫ്. ഇത് രണ്ടും വൈരുദ്ധ്യമായിക്കൊണ്ട് മനസ്സിലാക്കുക, അത് ശരിയായ രീതി. എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, ഞാൻ കഴിഞ്ഞ ദിവസം, ഉസ്താദ് വിഷമിക്കരുത്, ഞാൻ രണ്ട് മിനിറ്റ് എനിക്ക് സമയം തരണം ഈ ചോദ്യം ചോദിക്കാൻ, പ്ലീസ്. 2 മിനിറ്റ് വേണം, 1 മിനിറ്റ് മതി. പിന്നെ അബ്ദുൽ ഹമീദ് മൗലവി അമ്പലക്കടവ്, അബ്ദുൽ ഹമീദ് മുസ്ലിയാർ അമ്പലക്കടവിന്റെ ഒരു ക്ലിപ്പ് ഞാൻ കാണാനിടയായി. അതിനെപ്പറ്റി എനിക്കൊരു ബലമായ സംശയമുണ്ട്. അദ്ദേഹത്തോട് ഒരു മുസ്ലിയാർ കുട്ടി ചോദിക്കുന്നുണ്ട്, പിന്നെ ഇസ്തിഗാസയെ സംബന്ധിച്ച്, ഇസ്തിഗാസ ജായിസാണോ, സുന്നത്താണോ, ഹലാലാണോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം അതിന് മറുപടി കൊടുത്തപ്പോ ഇദ്ദേഹം ചോദിക്കുന്നുണ്ട്, പിന്നെ അതൊരു വെറും പണിയാണോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു മറുപടി, അല്ല അങ്ങനെയല്ല, ഇസ്തിഗാസ പിന്നെ വേണം. അതിനൊരു ഉദാഹരണം മൂപ്പര് പറയുന്നത്, ഇപ്പൊ നമ്മളൊരു മെർസിഡീസ് ബെൻസിൽ പോകുന്നത് നമ്മൾ യാത്ര നല്ല പൈസ കൊടുത്ത് മെർസിഡീസ് ബെൻസിൽ പോയാലും നമ്മളുടെ ഉദ്ദേശ സ്ഥലത്തേക്ക് എത്തും. അതേ സമയത്ത് നമ്മളൊരു പിന്നെ KSRTC ബസ് കയറി പോയാലും നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തും. അപ്പോ ഞാൻ മനസ്സിലാക്കിയത്, അതിൽ അബ്ദുൽ ഹമീദ് മുസ്ലിയാർ അമ്പലക്കടവ് പറഞ്ഞത്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് KSRTC ബസ്സിനോട് തുല്യമാക്കിയിട്ടും ഇസ്തിഗാസ മറ്റുള്ള മുഹ്യിദ്ദീൻ ശൈഖിനോടും മറ്റുള്ളവരോടും ചെയ്യുന്നത് മെർസിഡീസ് വണ്ടിയിൽ പോകുന്നതിനോടുമാണ് അദ്ദേഹം ഉപമിച്ചത്. ഇത് ശരിയായൊരു രീതിയാണോ എന്നാണ് ഉസ്താദിനോട് എനിക്ക് ചോദിക്കാനുള്ളത്. ഒരു വ്യക്തമായ മറുപടി പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട SYS നേതാവ് ഉസ്താദ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ ഒരു ക്ലിപ്പിംഗുമായി ബന്ധപ്പെട്ട ഒരു സംശയമാണ് ബഹുമാനപ്പെട്ട സഹോദരൻ ചോദിച്ചത്. ആദ്യമായി പറയാനുള്ളത്, നമുക്ക് ഇസ്തിഗാസയെക്കുറിച്ചും മറ്റും പറയാം, പക്ഷേ ക്ലിപ്പിങ്ങിനെ കുറിച്ച് ഒരു മറുപടി എന്നുള്ളത് പ്രയാസമുണ്ടാക്കുന്ന സംഗതിയാണ്. എന്തുകൊണ്ടെന്നാൽ നമുക്കറിയാമല്ലോ, ഇന്ന് ക്ലിപ്പിംഗ് എന്നുള്ളത് വ്യാപകമായി ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണിത്. വ്യാപകമായി ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്ന, കാരണം ഒരു പ്രാസംഗികന്റെ പ്രസംഗത്തിന്റെ അപ്പുറവും ഇപ്പുറവും മുറിച്ചെടുത്തുകൊണ്ട് അതിന്റെ ഏതോ ഒരു ഭാഗം മാത്രം തങ്ങളുടെ ആവശ്യത്തിന് ഏറ്റവും ഫിറ്റാകുമെന്ന് മനസ്സിലാക്കുന്ന ആ ഭാഗം മാത്രം, അതിന്റെ മുമ്പുള്ള ഭാഗമോ ശേഷം ഉള്ള വിശദീകരണമോ ഒന്നും തന്നെ ഇല്ലാത്ത രീതിയിൽ, ഒരുപക്ഷെ ഇങ്ങനെയുള്ള പരാമർശങ്ങൾ വരുമ്പോൾ അതിന് മുമ്പുള്ള വിശദീകരണങ്ങൾ, ശേഷമുള്ള വിശദീകരണങ്ങൾ, അതല്ലെങ്കിൽ ചോദ്യോത്തര സദസ്സാണെങ്കിൽ ശേഷം വരുന്ന ചോദ്യം, അതല്ലെങ്കിൽ ഈ ചോദ്യത്തിന് മുമ്പ് നടന്ന വിശദീകരണങ്ങൾ, ഇതൊക്കെ തന്റെ സംസാരത്തിന്റെ, തന്റെ ആ ഭാഗത്തെ വ്യക്തമായ വിശദീകരണം മനസ്സിലാക്കുന്ന വിഷയത്തിൽ അവിഭാജ്യ ഘടകമാണ്. പക്ഷെ പൊതുവെ ക്ലിപ്പിങ്ങുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് തന്റെ പ്രസ്ഥാനത്തിന് ഏറ്റവും അനുകൂലമാകുന്ന ഭാഗം നോക്കി അതിന്റെ മുൻഭാഗവും ശേഷമുള്ള ഭാഗവും കട്ട് ചെയ്ത് വളരെ മോശമായ രീതിയിൽ, തെറ്റായ രീതിയിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് പൊതുവെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, പ്രത്യേകിച്ച് പിന്നെ മുജാഹിദ് പ്രസ്ഥാനം, വഹാബികൾ പലപ്പോഴും ഇങ്ങനെയുള്ള നമ്മുടെ നേതാക്കളുടെ, ഉസ്താദുമാരുടെ പ്രഭാഷണങ്ങളിൽ നിന്ന് എല്ലാ ഭാഗങ്ങളും അവർക്ക് അനുകൂലമായ ഭാഗങ്ങൾ മാത്രം എടുത്തുകൊണ്ട് വിശദീകരിക്കുന്ന രീതിയിലും നമുക്ക് എന്താണ് മുമ്പായാലും പിമ്പിലും ഇല്ലാന്നോ എന്താ പറയുന്നുണ്ട്. ഏതായിരുന്നാലും മൈക്കെടുത്ത് പറയുകയാണെങ്കിൽ വളരെ സൗകര്യമായിരിക്കും. ഏതായിരുന്നാലും അപ്പൊ ക്ലിപ്പിങ്ങിനെ കുറിച്ച് മറുപടി പറയുക, ആ ക്ലിപ്പിങ്ങിൽ അങ്ങനെ ഉണ്ടല്ലോ എന്നുള്ള വിശദീകരണം, അതിന് ഒരു കൃത്യമായ മറുപടി എന്നുള്ളത് ആ ക്ലിപ്പിങ്ങിന്റെ വിശ്വാസ്യത, ആ ക്ലിപ്പിങ്ങിനെ കുറിച്ച് നമുക്കുള്ള ധാരണക്കുറവ്, അതല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള നമ്മുടെ വിശ്വാസക്കുറവ്. ഞാൻ ക്ലിപ്പിങ്ങിനെ കുറിച്ച് പറഞ്ഞത് കേട്ടിരുന്നോ? ചോദിക്കുന്ന ചോദ്യം, അല്ലാത്തവരോട് ചോദിക്കുന്ന ചോദ്യം എന്നിങ്ങനെ 2 ചോദ്യങ്ങളില്ല. ഏത് ചോദ്യമാണെങ്കിലും യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ പക്കൽ നിന്ന് മാത്രമാണ് നാം പ്രതീക്ഷിക്കുന്നത്. അള്ളാഹു അല്ലാത്തവരുടെ പക്കൽ നിന്ന് നാം ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഈ ഇസ്തിഗാസയെക്കുറിച്ചും തവസ്സുലിനെ കുറിച്ചും ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ചർച്ച ചെയ്തുകൊണ്ട് പറഞ്ഞു, വൽ മുസ്തഗാസു ഫിൽ ഹഖീഖത്തി ഹുവല്ലാ. അൽ ജൗഹറുൽ മുനല്ലം എന്ന ബഹുമാനപ്പെട്ട ഹൈതമിയുടെ ഗ്രന്ഥത്തിൽ ഇത് കാണാം. യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായിക്കൊണ്ട് സഹായം പ്രതീക്ഷിക്കപ്പെടുന്നത് അള്ളാഹുവിന്റെ പക്കൽ നിന്ന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹിനോട് ചോദിക്കുന്ന ചോദ്യമാണോ ഷെയ്ഖിനോട് ചോദിക്കുന്ന ചോദ്യമാണോ ഏറ്റവും നല്ലത് എന്നൊരു വിഷയമേ ഉദിക്കുന്നില്ല.
ഇങ്ങനൊരു വേർതിരിവില്ല യഥാർത്ഥത്തിൽ. ഏതൊരു കാര്യമാണെങ്കിലും അടിസ്ഥാനപരമായി അത് പ്രതീക്ഷിക്കപ്പെടുന്നത് അള്ളാഹുവിന്റെ പക്കൽ നിന്ന് മാത്രം. പക്ഷെ അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള നാം പ്രതീക്ഷിക്കുന്ന ഈ കാര്യങ്ങൾ നമുക്ക് സാധിച്ചു കിട്ടാനുള്ള പല മാർഗങ്ങളിൽപ്പെട്ട ഒരു മാർഗമായി കൊണ്ടാണ് ഈ തവസുലിനെയും അതല്ലെങ്കിൽ തവസുലിന്റെ മറ്റൊരു രൂപമാകുന്ന ഇസ്തിഗാസയെയും മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ഹലോ, പ്രത്യേകിച്ചൊരു കാര്യം അറിയിക്കാനുള്ളത്, ഇവിടെ സമയം ഒരുപാട് വൈകിയിട്ടുണ്ട്. സമയം 1:35 ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നീട്ടിക്കൊണ്ടു പോകുക എന്നുള്ള വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇൻഷാ അല്ലാ നാളെ ബുധനാഴ്ചയും നമുക്ക് നമ്മുടെ ആദർശ പഠന ക്ലാസ് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ശ്രോതാക്കൾക്ക് ഇനിയും കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ടെങ്കിൽ നാളത്തെ ആദർശ പഠന ക്ലാസ്സിലാക്കുകയാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണല്ലോ. അതുകൊണ്ട് ഏറ്റവും പ്രസക്തമായ ഏതെങ്കിലും വിഷയങ്ങളാണെങ്കിൽ ആ വിഷയങ്ങൾ മാത്രം സംസാരിച്ചുകൊണ്ട് ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് ഈ ചർച്ചയോട് അവസാനിപ്പിക്കേണ്ടതുണ്ട്. ബാക്കിയുള്ള വിഷയങ്ങൾ ഇൻഷാ അല്ലാ നാളെ നടക്കാനിരിക്കുന്ന ആദർശ പഠന ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാം. ബഹുമാനപ്പെട്ട ശ്രോതാക്കൾ സഹകരിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കുമെന്ന് ഞാൻ എല്ലാവരെയും വളരെ വിനയത്തോടുകൂടി അറിയിക്കുകയാണ്. ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ ആദർശങ്ങൾ സംബന്ധമായിക്കൊണ്ട് എന്തെങ്കിലും ആശങ്ക അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസം നമുക്ക് തോന്നുന്നത് കൊണ്ടല്ല, സമയം വളരെ വൈകുന്നതിലുള്ള സ്വാഭാവികമായ ബുദ്ധിമുട്ട് മാത്രം മനസ്സിലാക്കിക്കൊണ്ട് പറയുന്നതാണ്. ഇൻഷാ അല്ലാ നമുക്ക് നാളെയും ആദർശ പഠന ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സിൽ ബാക്കി വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാം. എല്ലാവരും സഹകരിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഇനി ഇൻഷാ അല്ലാ നമ്മുടെ അഡ്മിനിമാരുടെ അഭിപ്രായ പ്രകാരം ചെയ്യാവുന്നതാണ്. ഖൈർ, ഗഫൂർ അൻവർ ഉസ്താദ് മാഷാ അല്ലാ നാട്ടില് ഉസ്താദ് പറഞ്ഞതുപോലെ 1:30 മണി കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പി കെ എന്നുള്ള സുഹൃത്ത് പോയോ? മാഷാ അല്ലാ ഇന്ന് ഒരുപാട് ആളുകൾ ഇന്ന് സജീവമായി ചർച്ചയിൽ പങ്കെടുത്തു. വളരെയധികം സന്തോഷമുണ്ട്. ഇൻഷാ അല്ലാ നാളെയും ഉസ്താദിന്റെ ക്ലാസ് ഉണ്ട്. എല്ലാവരും നേരത്തെ വരികയും ഇൻഷാ അല്ലാ ചോദ്യോത്തരങ്ങൾക്ക് കുറച്ച് കൂടുതൽ അവസരം നൽകാൻ പരമാവധി ഞങ്ങൾ ശ്രമിക്കുകയും ചെയ്യും ഇൻഷാ അല്ലാ. ഏതായിരുന്നാലും നമ്മുടെ ഉസ്താദുമാർക്ക് ഗഫൂർ അൻവർ ഉസ്താദ്, പ്രത്യേകിച്ച് ഗഫൂർ അൻവർ ഉസ്താദിനും മറ്റു ഉസ്താദുമാർക്കൊക്കെ അള്ളാഹു ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും ബറക്കത്തും പ്രദാനം ചെയ്തു കൊടുക്കുമാറാകട്ടെ. ആമീൻ എന്ന് സാന്ദർഭികമായി ദുആ ചെയ്യുന്നു.